ദൈവത്തിന്റെ വചനം ഒരാളുമായി പങ്കുവെക്കുമ്പോൾ അവർ ഈ വചനം സ്വീകരിക്കുന്നു. ദൈവമാണ് അവരെ ജനിപ്പിക്കുന്നത്. പക്ഷെ മുഖാന്തരമാകുന്ന വ്യക്തി അവരുടെ ആത്മീക പിതാവ് എന്നതുപോലെ ഉള്ള അനുഭവം ഉണ്ടാകുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു സ്പെഷ്യൽ ബോണ്ടിങ് ആണ്. ഇങ്ങനെ പൗലോസ് പ്രത്യേകം സ്നേഹിച്ച ആളുകളാണ് തിമോത്തി, ടൈറ്റസ്, ഒനേസിമോസ്. തിമോത്തിയും ടൈറ്റസും ഒക്കെ പിൻകാലങ്ങളിൽ ശുശ്രൂഷയിൽ അവർ മുന്നേറി. തിമോത്തി എഫെസോസിലെ മൂപ്പനായി. ടൈറ്റസ് 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രേത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിലെ അനേക സഭകളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു മൂപ്പനായി മാറി. ഈ ആത്മീക പിതാക്കന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജനിപ്പിച്ച ഈ സഹോദരങ്ങളെ ക്രിസ്തുവിൽ വളർത്തുവാൻ അവർ ബന്ധപ്പെടും. ഞാൻ ഇത് ഇങ്ങനെ പറയുമ്പോൾ ചെറുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. ആരാ നമ്മളോട് സുവിശേഷം പറഞ്ഞ്? ഞാനിങ്ങനെ വന്നേ ഉള്ളൂ. അങ്ങനല്ല. ആരോ എവിടെ വച്ചോ പവർഫുൾ ആയിരിക്കുന്ന ഗോസ്പൽ നമ്മളുമായി പങ്കുവെച്ചു. അപ്പൊ ഇതിന്റെ ഒരു മറുവശം പറയാം. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഗോസ്പല് കേൾക്കാതെ രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അറിയണം, സുവിശേഷത്തിന്റെ കേൾവിയാൽ സുവിശേഷം വിശ്വസിക്കാൻ കൃപ ലഭിച്ചത് നിമിത്തമാണ് നാം നീതീകരിക്കപ്പെട്ടത് ദൈവസന്നിധിയിൽ. അതാണ് നമ്മൾ റോമാലേഖനത്തിൽ പഠിച്ചു വന്നത്. കൃപയാലാണ് രക്ഷ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യം തന്നത്. പക്ഷെ ഇത് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. കൺവെൻഷൻ വേദിയിലായിരിക്കാം, വ്യക്തിപരമായി നമ്മളോട് പറഞ്ഞ ഒരു സന്ദർഭമായിരിക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ ദൈവകൃപയിലേക്ക് വന്നത്. അപ്പൊ തീത്തോസിനെ ക്രേത്ത ദ്വീപിൽ പൗലോസ് നിയോഗിക്കുന്നത് എന്തിനാണ് എന്ന് 5-ാം വാക്യത്തിലുണ്ട്. എൻ്റെ ലക്ഷ്യം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അതിൻ്റെ സന്ദർഭം, സാഹചര്യം പറയുകയാണ്. 5-ാം വാക്യം വായിക്കാം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ശേഷിച്ച കാര്യത്തെ ക്രമത്തിലാക്കണമെന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പൗലോസും തീത്തോസും ഒരുമിച്ച് ക്രേത്തയിൽ ശുശ്രൂഷിച്ചു എന്നത് വ്യക്തമാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് പൗലോസ് അവിടെ നിന്ന് പോകുമ്പോൾ ശേഷിച്ച കാര്യത്തെ ക്രമത്തിലാക്കണം. പുട്ട് ഇൻ ഓർഡർ വളരെ നല്ല പ്രധാനപ്പെട്ട അർത്ഥവ്യാപ്തിയുള്ള ഒരു പദപ്രയോഗമാണ്. ശരിക്കും അതൊരു മെഡിക്കൽ ടേമാണ്. ഒടിഞ്ഞ എല്ലുകളെ വൈദ്യൻ നുറുക്കുന്നത് പോലെ അവിടെയുള്ള ക്രേത്ത ദ്വീപിലുള്ള പല സഭകളിൽ മേൽനോട്ടം തീത്തോസ് വഹിക്കുമ്പോൾ ഈ സഭകളിൽ നിലവിലുള്ള ചില പരാജയങ്ങൾ, ചില ക്രമക്കേടുകൾ തീത്തോസ് ക്രമത്തിലാക്കണം. അതെന്തെല്ലാമാണെന്ന് പെട്ടെന്ന് ഞാൻ പറയാം. 1, 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ മൂപ്പന്മാരെ ഓരോ പട്ടണത്തിലും നീ അപ്പോയിന്റ് ചെയ്യണം. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ബിഷപ്പുമാർ. അയ്യോ, നമുക്ക് അങ്ങനെയൊക്കെ വാക്ക് ഉപയോഗിക്കാൻ ഒക്കുമോ? ബിഷപ്പന്മാരെന്ന് പറഞ്ഞാൽ ഓവർസിയേഴ്സ്,
യോ അതെന്നാല് ഏതെങ്കിലും പ്രസ്ഥാനത്തിലെ കൂടിയ ആളായിരിക്കാം. ഓവർസിയർ എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരെ വിളിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രേത്ത ദ്വീപിലുള്ള അനേക സഭകളിൽ തീത്തോസ് ചെന്ന് മൂപ്പന്മാരെ, സഭാ അധ്യക്ഷന്മാരെ നിയമിക്കണം. ഇതാണ് ഒരു ഓർഡർ. 2, 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശകരുടെ വായ നീ മിണ്ടാതാക്കണം. യു സൈലൻസ് ദ ഫാൾസ് ടീച്ചേഴ്സ്. 3, 2-ാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ പത്യ ഉപദേശം ദൈവസഭയിൽ പഠിപ്പിക്കണം. കൃത്യമായി പറഞ്ഞാൽ പത്യ ഉപദേശത്തിന് ചേർന്നത്, പത്യ ഉപദേശം പത്യ ഉപദേശത്തിന് ചേർന്നത് രണ്ടും പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തീത്തോസിനെ ഈ ക്രേത്ത ദ്വീപിൽ അപ്പോസ്തോലിക അധികാരത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് നിയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1-ാം വാക്യം, നീയോ പത്യ ഉപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കുക. ഇപ്പൊ 2-ാം അധ്യായം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 15 വാക്യങ്ങളുണ്ട്. ആ 2-ാം അധ്യായത്തിന്റെ ഞാനൊരു വിഭജനം പറയാം. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭയിലുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് പത്യോപദേശത്തിന് ചേർന്ന ടീച്ചിങ്സ് കൊടുക്കുക. ദൈവസഭയിൽ ഏതൊക്കെ ഗ്രൂപ്പുണ്ട്? വൃദ്ധന്മാരുണ്ട്, വൃദ്ധകളുണ്ട്, യൗവനക്കാരുത്തികൾ, ജോലിക്ക് പോകുന്നവരുണ്ട്. ഇതെല്ലാം അല്ലാതെ ദൈവസഭയിൽ വന്ന് കൈയടിച്ച് 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 അങ്ങ് പോവല്ല. ദൈവസഭയിൽ പത്യ ഉപദേശത്തിന് ചേർന്നത് ഉപദേശി പഠിപ്പിക്കണം. അപ്പൊ 1 മുതൽ 10 വരെയുള്ള വാക്യം അതാണെങ്കിൽ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപദേശമെല്ലാം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കർത്താവ് വരുന്നു. ജീവിതത്തെ ക്രമത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. എന്നിട്ട് 15-ാം വാക്യത്തിൽ തീത്തോസ് ക്രേത്തയിൽ ചെയ്യേണ്ട ഡ്യൂട്ടിയുടെ ഒരു സമ്മറിയാണ് അവിടെ പറയുന്നത്. നിങ്ങളിൽ പലരും എഴുതിയെടുക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ഒരു സംശയം കൂടെ ഉണ്ട്. വീട്ടിൽ ചെന്ന് ഇത് നോക്കൂ. നിരുത്സാഹപ്പെടുത്തുകയല്ല, എങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകുകയുള്ളൂ. 1-ാം വാക്യം ഞാൻ വായിച്ചുവെങ്കിലും ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. നീയോ പത്യ ഉപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പത്യ ഉപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശകരോടുള്ള ബന്ധത്തിൽ പറഞ്ഞത് കഴിഞ്ഞിട്ട് അതിനു മുൻപ് പാസ്റ്റർമാരോടുള്ള ദൂതുകൾ പറഞ്ഞിട്ട്, പാസ്റ്റർമാരെ ഒന്നും വെറുതെ അപ്പോയിന്റ് ചെയ്യാനൊക്കത്തില്ല. അവർക്ക് ഇന്ന ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കോൺഗ്രിഗേഷനിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് കാണുന്നത്. അതാണ് 1-ാം വാക്യത്തിൽ അതിന്റെ തുടക്കമാണ്. നീയോ. ഇംഗ്ലീഷ് ഉള്ളവർക്കറിയാം തുടങ്ങുന്നത് ബട്ട് ആസ് ഫോർ യു എന്ന് പറഞ്ഞാൽ 16-ാം വാക്യം വായി 1-ന്റെ 16. അപ്പൊ നമുക്ക് മനസ്സിലാവും
അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. പക്ഷെ നീ അങ്ങനല്ല. അവരുടെ പഠിപ്പീരെല്ലാം ഫോൾസ് ആണ്. നീയോ ആ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. നീയോ ഫോൾസ് ടീച്ചേഴ്സ് ഈ സഭകളുടെ അകത്ത് തന്നെ ഉളച്ചു വന്നു. അവരോടുള്ള കോൺട്രാസ്റ്റിലാണ് നീയോ പത്യ ഉപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കുക. You, however, must teach what is appropriate to sound doctrine. ഇപ്പൊ ഇവിടെ ഒരു കാര്യം ദൈവജനമെല്ലാം മനസ്സിലാക്കണം. ഒരു പാസ്റ്ററുടെ, ഒരു ഉപദേശിയുടെ ദൗത്യം കണ്ടോ? എന്താണ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? പാസ്റ്ററെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കണേ. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഇറ്റ്സ് സച്ച് എ ടഫ് ജോബ്. ഓരോ ചർച്ചിനകത്തും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉപദേശിമാരെ നിയോഗിക്കുക. അതിന് ആത്മാവിന്റെ നടത്തിപ്പ് വേണം. ആരെങ്കിലും ഒന്ന് നിയോഗിക്കാനൊക്കത്തില്ല. ഇന്ന് ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് BTH BDO ഉണ്ട് ഉടനെ പാസ്റ്ററായെന്ന്. ആബ്സല്യൂട്ട്ലി നോ. ബൈബിൾ കോളേജ് ഡിഗ്രി ഒന്നും പാസ്റ്ററായതിന്റെ ഒരു തെളിവൊന്നുമല്ല. അതൊക്കെ നമ്മളെ ഇടയിൽ വന്ന തെറ്റിദ്ധാരണകളാണ്. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 20:28 അനുസരിച്ച് ഹോളി സ്പിരിറ്റ് ആണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഹോളി സ്പിരിറ്റ് ത്രൂ ദി അതോറിറ്റി. അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രധാനമായ ക്രൈറ്റീരിയ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സ്വഭാവം, രണ്ട് ശുശ്രൂഷ. ശുശ്രൂഷയിലെ ഒറ്റ കാര്യമേ ഉള്ളൂ, വചനം പഠിപ്പിക്കണം. എതിരാളികളുടെ വാമിണ്ടാതാക്കണം. അത് ദൈവവചനത്തിന്റെ പഠിപ്പിക്കലാണ്. ബാക്കി സ്വഭാവദൂഷ്യമുള്ള ഒരെണ്ണത്തെ ഉപദേശിപ്പണിക്ക് കൊള്ളതില്ല. അല്ല, എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, വീട്ടിൽ ഇരുന്നോണം ആ കടലാസം കൊണ്ട്, ഉപദേശിപ്പണിക്ക് പറ്റത്തില്ല. അത്ര സ്ട്രിക്റ്റ് ആണ് ദൈവത്തിന്റെ വചനത്തിന് മാനദണ്ഡങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ആകണം, മൈൻഡ് ശുദ്ധീകരിക്കപ്പെടണം, ക്ലാരിറ്റി വരണം. ഹു ഈസ് ദ പാസ്റ്റർ? എത്ര വലിയൊരു ദൗത്യമാണ്. ഇങ്ങനെയുള്ള ഉപദേശിമാരെ കണ്ടിട്ട് ഓരോ ചർച്ചുകൾ അപ്പോയിന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഫോൾസ് ടീച്ചേഴ്സ് അവരുടെ വായം ഉണ്ടാതാക്കണം. അതിനപ്പുറത്ത് ചർച്ചിനകത്ത് പത്യ ഉപദേശത്തിന് ചേർന്നത് പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ ഉള്ളവരെ ഓർത്താണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, അവർക്ക് ബലം കൊടുക്കണമേ, ദൈവവചനത്തിന് ജ്ഞാനം കൊടുക്കണമേ, വചനം വ്യാഖ്യാനിക്കാൻ ആവശ്യമാകുന്ന ദൈവകൃപ പകരണമേ. അത് പറയാൻ ഒരു ഫ്ലോ കൊടുക്കണം, ക്ലാരിറ്റി കൊടുക്കണം. യു ഹാവ് ടു പ്രേ. ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങനെ അങ്ങ് വരികയാണ്. നോട്ട് അറ്റ് ഓൾ. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണത്? ഇനി അനുഗ്രഹിക്കണേ. എല്ലാ കാര്യത്തിലും നമുക്കൊരു വാക്കേ ഉള്ളൂ, അനുഗ്രഹിക്കണേ. എന്താണ് അനുഗ്രഹം? പണിയെടുക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ശുശ്രൂഷിക്കപ്പെടുന്ന ജനം അതൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് എളിയവനായി എന്നെ സഹായിക്കും, നമ്മുടെ ഇടയിലെ എല്ലാ കർത്തൃദാസന്മാരെയും സഹായിക്കും എന്നുള്ളതിൽ സംശയം ഇല്ല. ഒരു വാക്ക് കേട്ടോ, പത്യ ഉപദേശത്തിന് ചേർന്നതാ പ്രസ്താവിക്കേണ്ടത്. പത്യ ഉപദേശം, സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പത്യം, സൗണ്ട്, അതിന്റെ അർത്ഥം ഹെൽത്തി, ആരോഗ്യപരമായ ഉപദേശം. പ്രൈസ് ദി ലോർഡ്.
ഇതാണ് ദൈവസഭയിൽ പഠിപ്പിക്കേണ്ടത്. അനാരോഗ്യപരമായ കാര്യമാണ് ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേശകന്മാരും ഒക്കെ പഠിപ്പിക്കുന്നത്. അതിന്റെ നടുവിൽ ആന്തരികമായി ആരോഗ്യം വരുന്ന ഉപദേശമാണ് ദൈവസഭയുടെ അകത്ത് വിവിധ ഗ്രൂപ്പുകളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടു കാണും, പഥ്യ ഉപദേശത്തിന് ചേർന്നത്. ഫിറ്റിംഗ്, അപ്രോപ്രിയേറ്റ്, പ്രോപ്പർ. പഥ്യ ഉപദേശമുണ്ട്, നമ്മളത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ദൈവം ത്രിയേക ദൈവം, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ, കർത്താവിന്റെ രണ്ടാം, ഇതിനോട് ചേർന്നത് പ്രോപ്പറായി അപ്രോപ്രിയേറ്റായി ജീവിതം എങ്ങനെ ആയിരിക്കണം, ഉപദേശത്തിനൊത്ത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം. പഥ്യ ഉപദേശത്തിന് ചേർന്നത്. ശരിക്കും കൃത്യമായ ഉപദേശം പഠിപ്പിച്ചാൽ അതിൻ്റെ ഫ്രൂട്ട്, ഫലം എന്ന് പറയുന്നത് റൈച്ചസ് ലിവിങ്. ഭയങ്കര ഉപദേശമാണ് ഞങ്ങളുടെ, പക്ഷെ ഞങ്ങളെല്ലാം ക്രമം കെട്ട് നടക്കുക. വേറെ കുറച്ച് പേര് ഞങ്ങളെല്ലാം നല്ല സൽസ്വഭാവികളാണ്, പക്ഷെ ഉപദേശമില്ല. രണ്ടും പ്രശ്നമാണ്. ശരിയായ ഉപദേശം എന്തിനാ കൊടുക്കുന്നത്? ചിലർക്ക് അത് അഭിമാനം. ബ്രദർ, അടിസ്ഥാന ഉപദേശം വല്ലതും അറിയാമോ? ഞങ്ങളുടെ അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം കാണാതറിയുന്നൊക്കെ നല്ലതാ, പക്ഷെ ഇത് ജീവിതത്തെ മാറ്റിയിട്ടുണ്ടോ? ജീവിതത്തെ മാറ്റാൻ വേണ്ടിയാണ് പഥ്യ ഉപദേശത്തിന് ചേർന്ന് നിൽക്കുന്നത്, ദൈവസഭയിൽ പഠിപ്പിക്കുന്നത്. ജീവിതം മാറുവാൻ വേണ്ടിയാണ്. ഈ പഥ്യ ഉപദേശത്തെയും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെയും പോൾ പലപ്പോഴും ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത്. പഥ്യ ഉപദേശത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ദൈവസഭയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും യൗവനക്കാർത്തികളെല്ലാം മനസ്സിലാക്കിയോളൂ. പ്രൈസ് ദി ലോർഡ്. അല്ല നമ്മൾ പറയാണ്, ഓക്കെ 1.5 മണിക്കൂർ we will have Bible study. Praise the Lord. Why do you study the Bible? That your life will change. Praise the Lord. പഥ്യ ഉപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കുക. അത് വാസ്തവത്തിൽ പ്രസ്താവിക്കുക എന്ന പദപ്രയോഗം അതിനൊരു കണ്ടിന്യൂറ്റിയിലാണ്. പെർസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം പഠിപ്പിക്കണമെന്നുള്ള ഒരു കൽപ്പനയാണ്. ഓരോ വാക്കുമാണ് ഞാനെടുത്ത് പറയുന്നത്, അല്ലാതെ ഇത് മാസത്തിൽ ഒന്ന് പഠിപ്പിക്കുകയല്ലേ. എവ്രി ടൈം ഉപദേശിയുടെ പണി അതാണ്, കട്ടിപ്പണിയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമത് വൃദ്ധന്മാരെ കുറിച്ചാണ്. 2-ാം വാക്യം, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും. ഒരു കാര്യം ഉറപ്പാ, വൃദ്ധനായത് കൊണ്ടെല്ലാം അറിയണമെന്നില്ല. സഭ വന്ന് പഠിക്കണം. തീത്തോസ് കമ്പാരിറ്റീവ്ലി ഒരു യൗവനക്കാരനാണ്. യൗവനക്കാരനായത് കൊണ്ട് പഠിപ്പിക്കാനൊക്കത്തില്ലെന്നല്ല, യൗവനക്കാരൻ ഈ പ്രായമായയാളിനെ ദൈവവചനത്തിന് പഥ്യ ഉപദേശത്തിന് ചേർന്നത് പഠിപ്പിക്കണം. പ്രായമുള്ളവരും വരേണ്ടത് പഠിക്കാൻ വേണ്ടിയാ. ബ്രദർ 19 വയസ്സൊക്കെ ആയി, ഞങ്ങൾക്കെല്ലാം അറിയാം. എന്തോ അറിയാം. ഉപദേശിമാര് പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ കടന്നു വരുന്നവർ വൃദ്ധന്മാരെ പഠിപ്പിക്കണം.
അല്ല പാസ്റ്റർ, ഈ വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാ? കേട്ടോളി, ഇപ്പൊ പറയാൻ പോവാ. എല്ലാരും കസേര പിടിച്ചിരിക്കുക, എത്ര ആയിരിക്കും? അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല. പിന്നെ ഒരു കണക്ക് വേണേ കൂട്ടാം. ഒട്ടങ്ങോട്ടൊരു ബൈബിളിലൊന്ന് മറിച്ചാൽ ഈ പ്രയോഗം ഫിലെമോന്റെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ പൗലോസ് തന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഐ പോൾ ഡു ദിസ് ആസ് ആൻ ഓൾഡ് മാൻ. പൗലോസ് 60കളിലായിരുന്നു ആ സമയത്ത്. താൻ തന്നെ കുറിച്ച് പറയുകയാണ്, ഐ ആം ആൻ ഓൾഡ് മാൻ. അപ്പൊ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ 60കളിലും മേളിലോട്ടും ഉള്ളവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. യു നീഡ് ടു സ്റ്റഡി ദ സ്ക്രിപ്ചേഴ്സ്. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ഏത് ക്വാളിറ്റിയിലായിരിക്കണം എന്നുള്ളത് പറഞ്ഞു തരേണ്ടത് ഉപദേശിയുടെ ചുമതലയാ. എന്നാൽ തെറ്റിദ്ധരിക്കരുത്, ഇവരോട് പറയുമ്പോൾ ഉപദേശിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് 1 തിമോത്തിയോസ് 5-ാം അധ്യായം 1-ാം വാക്യം, പ്രത്യേകിച്ച് പ്രായത്തിൽ കുറവായുള്ള ഉപദേശി മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും. ഇവൻ വൃദ്ധകളെ അങ്ങനെയാണ്, അമ്മമാരെ പോലെ പരിഗണിക്കണം. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കേണ്ടത്. ആമേൻ. അപ്പൊ ഇങ്ങനെ വചനം ഒരു ഇതില്ല, ഇത് പഠിക്ക്, ഇത് ഉണർവെല്ലാം വരും. ഈ ബാഹ്യമായ സൂപ്പർഫിഷ്യൽ ഉണർവെന്ന് പറയുന്നതിനകത്ത് എന്ത് കാര്യം? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യും, ഈ ലൈവ് പരിപാടികളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. ഉപവാസ പ്രാർത്ഥനയാണെന്നൊക്കെയാണ് പറയുന്നത്. 20-ാം ദിവസവും 21-ാം ദിവസവും ഒക്കെ എന്തുവായി പറയുന്നത്? കൈയടിക്കുക. കൈ അടിച്ചില്ലെങ്കിൽ നിന്റെ കൈയും കാലും അടിക്കേണ്ടത് വരും ദിവസം. അപ്പൊ കൈയടിക്കും. എന്ത് മാറ്റം ആളുകൾക്കുണ്ടാകുന്നു! വാസ്തവത്തിൽ എന്ത് ഭയാനകമാണ് പെന്തക്കോസ്റ്റൽ. പെന്തക്കോസ്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ എക്സ്പോസിഷൻ വളരെ കുറവായിപ്പോയി. സാധുക്കളായ ജനം കടന്നു വന്ന് അവർ ചിന്തിക്കുന്നത് അവർക്ക് എന്തോ ലഭിച്ചെന്നാണ്. നത്തിങ് അറ്റ് ഓൾ. അത് സങ്കടത്തോടെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്. സന്ദർഭവശാൽ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വൃദ്ധന്മാർ ഒന്നാമത് എന്താ? നിർമ്മതവും എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്. നിർമ്മതവും ഇംഗ്ലീഷില് ടെമ്പറേറ്റ്, അലർട്ട്, വാച്ച്ഫുൾ, വിജിലന്റ്. മത്തുപിടിക്കാതെ സൂക്ഷിക്കണമെന്ന്. ക്ലിയർ ഹെഡഡ് ആകുക. ഇതാണ് വാസ്തവത്തിൽ ആ വാക്കിന്റെ പ്രൈമറി സെൻസ് എന്ന് പറയുന്നത്. വൃദ്ധന്മാര് ഈ ലോകത്തിന്റെയും ജഡത്തിന്റെയും ദുഷ്ടപിശാചിന്റെയുമായിട്ടുള്ള ഓരോ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ അലർട്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കൺട്രോളിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. വിജിലന്റ് ആയിരിക്കേണ്ടത് ആവശ്യമാണ് എന്നത് ഉപദേശി നീ വൃദ്ധന്മാരെ പഠിപ്പിക്കണം. ചില വൃദ്ധന്മാർ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പ്രായമായില്ലേ, പ്രായമായ ആള് ഓവർ ഇൻഡൾജൻസ്, ഈ വിധം കുഴയത്തക്കവണ്ണം അനേക കാര്യങ്ങളുടെ എക്സസ്സുകളിലായി പോകരുത്. കൺട്രോൾ ചെയ്യ് എന്നവരോട് പറയണം.
ഇതാണ് പത്യ ഉപദേശത്തിന് ചേർന്ന് നിൽക്കുന്ന, ഉപദേശത്തിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. സമയം, അവരുടെ പണം, അവരുടെ ആരോഗ്യമൊക്കെ കുറച്ചുകൂടെ നന്നായി ക്രമത്തിൽ ഉപയോഗിക്കുക, ദൈവം മഹത്വം എടുക്കേണ്ട നിലയിൽ ഉപയോഗിക്കുക. വിശ്വാസത്തിന്റെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞ് 60, 70, 80 അതിൽ കൂടുതലൊക്കെ വയസ്സായി കഴിഞ്ഞ് പിന്നെ അവിടെ ഇവിടെ നടക്കുകയല്ല. ജീവിതത്തെ സൂക്ഷ്മമായി ക്രമീകരിക്ക്. അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വാക്ക. അവർ കാര്യങ്ങളെ വിവേചിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടതിൽ കാലുവയ്ക്കണം. അല്ലാതെ നിത്യതയുടെ വെളിച്ചത്തിൽ യാതൊരു നിലയിലും വാല്യൂ ഇല്ലാത്തതിന്റെ പുറകെ പോകാതെ ഇനിയുള്ള അല്പകാലങ്ങൾ നിത്യതയിൽ ചേർക്കപ്പെടുന്നതിന് മുമ്പ് ശരിക്കും ദൈവപ്രസാദമുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായി അതിൽ ഇൻവോൾവ് ആകുക. ബീയിങ് ടെമ്പറേറ്റ്. മുൻഗണനകള് ഒക്കെ അത് പ്രയോറിറ്റൈസ് ചെയ്യുക. 80-ാമത്തെ വയസ്സിലും വാട്സപ്പും മാന്തിക്കൊണ്ടിരിക്കാതെ പ്രയോജനമുള്ളതൊക്കെ ചെയ്യ്. കൺട്രോൾ ആകട്ടെ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം ഗൗരവവും. എന്താ ഗൗരവം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം ഡിഗ്നിഫൈഡ് ആയിരിക്കണം. ചില പ്രായമുള്ളവർ തന്നെ പിള്ളേർ കളിയുള്ള പുള്ളികളുണ്ട്. അങ്ങനല്ല. യു മസ്റ്റ് ബി ഡിഗ്നിഫൈഡ്. ഇത് ഉപദേശിച്ച് പറഞ്ഞു കൊടുക്കണം. അവർ സീരിയസ് ആയിരിക്കണം. നിത്യതയുടെ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കും. കാരണം ഇനി അവർക്ക് അധികം കാലം ഇല്ല. ഓട്ടക്കളത്തിലെ അവസാന ഘട്ടത്തിലേക്ക് അവർ വന്നിരിക്കുകയാണ്. യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അവർ ഏർപ്പെടല്. ആരാണ്ടെങ്ങാണ്ട് ഒരു മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള എന്തോ സംസാരിച്ച് കൂട്ടമായിട്ട് ചിരിച്ചപ്പോ വല്യപ്പനും ചെന്ന് ചിരിക്കുക. വല്ല കാര്യമുണ്ടോ? പത്യവചനം കേട്ടനുസരിക്കുന്നവന്റെ ലക്ഷണമല്ല. അവന് ഗൗരവമുള്ളവനായിരിക്കണം, ഡിഗ്നിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഏത് അഭക്തിയുള്ള കാര്യങ്ങളെ വിട്ട് ഒഴിയുന്ന അനുഭവം ഗൗരവമുള്ളതായിരിക്കണം. ഇന്നയാള് മാന്യനായിരിക്കണം. ഇങ്ങനെയുള്ളവരാണ് ശരിക്കും രക്ഷിക്കപ്പെട്ടവര്. പക്ഷേ ദുഃഖകരമായ കാര്യം, ഇന്ന് വേർപെട്ട സമൂഹത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നിമിത്തം പുറത്തുള്ളവർ സുവിശേഷത്തെ ആക്ഷേപിക്കുന്ന അനുഭവമാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ, ഗൗരവമായിരിക്കണമെന്ന്. അയലൊക്കക്കാരന് എന്തോ അവന്റെ വണ്ടി ഇടിച്ചു അവന്റെ വണ്ടി. അങ്ങനെ വല്ല കാര്യമുണ്ടോ? വേണ്ടാത്ത ഗൗരവമുള്ളതായിരിക്കണം. അവർ ഇത്രയും നാളും ഈ ലോകത്തിൽ ജീവിച്ച് ഓരോ കാര്യത്തെക്കുറിച്ച് പഠിച്ച അനുഭവങ്ങൾ അതവരെ ഗൗരവമുള്ളവരാക്കണം. മറ്റൊരാളിന്റെ തോൽവിയില്, മറ്റൊരാളിന്റെ പ്രയാസത്തില്, ഒരു കുടുംബം ഒരു പ്രയാസഘട്ടത്തിലൂടെ പോകുമ്പോൾ വരണം അങ്ങനെ വരണം, വലിയ ആളായിട്ട് സമയം കടന്ന് സമയമായിരുന്നില്ല, വരട്ടാ നിനക്കത് അപക്വതയാണ്. ദൈവകൃപയില്ല, ഡിഗ്നിഫൈഡ് അല്ല. അടുത്തത് സുബോധവും. സെൻസിബിൾ ആയിരിക്കുക, സെൽഫ് കൺട്രോളിലായിരിക്കുക. അയ്യോ, വൃദ്ധന്മാർക്ക് സെൽഫ് കൺട്രോൾ ഇല്ലയോ? പലർക്കും ഇല്ല. പലരും സെൻസിബിൾ അല്ല.
അവരുടെ ശാരീരിക വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ദൈവകൃപ പ്രാപിക്കും. 80-ാം വയസ്സിൽ ശാരീരിക വികാരമോ? വളരെ സൂക്ഷിക്കണം. ശാരീരികവും ലൗകികവും ആയിട്ടുള്ള അട്രാക്ഷൻസിനെ അതിജീവിക്കുന്ന ഒരു ദൈവ കൃപയുണ്ടായിരിക്കണം. അതാണ് പത്യവചനത്തിന് ചേർന്ന ഉപദേശം. ഇത് സഭകളിൽ പറഞ്ഞു കൊടുക്കാതെ നിമിത്തമാണ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. സുബോധം, വിശ്വാസത്തിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം. വിശ്വാസത്തിലും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. ആരോഗ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ ആ സെയിം വാക്കാ, പത്യവചനം, പത്യം, സൗണ്ട് എന്ന വാക്കാണ്. വിശ്വാസത്തിൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞതുപോലെ, ആരോഗ്യപരമായ ഉപദേശം എന്ന് പറഞ്ഞതുപോലെ, വിശ്വാസത്തിൽ ആരോഗ്യം, സൗണ്ട് ഇൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ഉപദേശ സംഹിതയെ നന്നായി മനസ്സിലാക്കിയവരായിരിക്കണം. ഇവിടുത്തെ വൃദ്ധന്മാരോട് ഞാൻ ചോദിക്കുക, അറിയാമോ വല്ലും ക്രിസ്തീയ വിശ്വാസ സംഹിത? അയ്യോ, ആദ്യമായിട്ട് കേൾക്കുക ഈ സംഹിത എന്ന് പറഞ്ഞാൽ എന്താ? പ്രയോജനമില്ല. 60 വയസ്സിന് മേളിലുള്ള സകല പുള്ളികളോട് പറയാം, നിങ്ങൾക്കറിയാമോ ഇത്? ഇതാണ് യൂദ പറഞ്ഞത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ വിശ്വാസം, ഇറ്റ്സ് എ ബോഡി ഓഫ് ഡോക്ട്രിൻസ്. പ്രൈസ് ദി ലോർഡ്. അത് നന്നായി അറിയുന്നവരായിരിക്കണം. അതിൽ അവർ സ്ഥിരതയുള്ളവരായിരിക്കണം. ആ സുവിശേഷ സത്യങ്ങൾ ഉറച്ചവരായിരിക്കണം വൃദ്ധന്മാർ. അല്ലാതെ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടതുപോലെ ഏതെങ്കിലും ഉപദേശങ്ങൾ കേട്ട ഉടനെ ഇളകിപ്പോകുന്നവരാകരുത്. അങ്ങനെ ഇളകിപ്പോകുന്നവരാകരുത്. ഉറക്കണം, പഠിക്കുന്നവരായിരിക്കണം. അതൊരു പ്രസംഗം കേട്ടാൽ മാത്രമല്ല, പ്രസംഗം കേൾക്കുകയും വീട്ടിൽ ചെന്ന് ആ സത്യത്തെ തുടർമാനം പഠിക്കുകയും ബൈബിള് വായിക്കുകയും, അങ്ങനെ നിങ്ങളുടെ ഹൃദയം ഏത് കാറ്റിനാലും ഉലയാതിരിക്കത്തക്കവണ്ണം ഉപദേശത്തിൽ ആരോഗ്യമുണ്ടായിരിക്കണം. ഇതൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായമുള്ള പിതാക്കന്മാർ, സഹോദരങ്ങൾ കുറിക്കൊള്ളണം എന്നത് വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. വേറൊരു കാര്യം, സ്നേഹത്തിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്നേഹം, കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധത്തിലെ സ്നേഹം, അവിശ്വാസികളായ സമൂഹത്തോടുള്ള ബന്ധത്തിൽ അവരോടുള്ള ദൈവസ്നേഹം. അവർക്ക് സുവിശേഷം അവർ കേട്ടിട്ടില്ല. അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾ ഈ സ്നേഹം കണ്ടാണ് യേശുവിനെ അന്വേഷിക്കേണ്ടത്. അയൽവക്കത്തുള്ളവരോട് സംസാരിക്കാത്ത പുള്ളികളുണ്ട്. ഏതുപദേശമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? നമുക്ക് പ്രിയരെ ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൽ, ഇവിടെയുള്ള വൃദ്ധന്മാർ എന്ന് പറഞ്ഞ ഓൾഡർ പീപ്പിൾ, അത് നമ്മുടെ ലോക്കൽ ചർച്ചിലെ ഒരു വിഭാഗമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഡിഗ്നിഫൈഡ് ആണോ? നിങ്ങളുടെ സമൂഹത്തിൽ, വീട്ടുകാരുടെ നടുവിൽ, നാട്ടുകാരുടെ നടുവിൽ എന്ത് മാറ്റമാണ് സുവിശേഷം നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്നത്? നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആരോഗ്യപരമായുള്ള ബോധ്യം ഉണ്ടോ? ഇല്ലെങ്കിൽ ഇനിയുമാണെങ്കിലും പഠിക്കണം.
സ്നേഹത്തിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം. ആരെങ്കിലും അവരോട് എന്തെങ്കിലും അറിയാതെ ചെയ്തു, ഓ അത് സാരമില്ലെന്ന്. ഇല്ല 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 ഇല്ല, ചോദിക്കണം ചോദിക്കണം. ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ദൈവകൃപയുള്ള ഒരു വൃദ്ധനാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ഞാൻ ക്ഷമിച്ചു. അല്ല അച്ഛാ എന്നാൽ അത് വിട്ടേരെ. ക്വിക്ക് ടു ഫോർഗിവ്, മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ്. സ്നേഹത്തിലും ആരോഗ്യമുള്ളവർ ആയിരിക്കണം എന്ന ഉപദേശം. അങ്ങനെ പാര വെച്ചവനെയും സെർവ് ചെയ്യുന്ന അനുഭവം, പക്വതയുള്ള അനുഭവം. തുടർന്ന് സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. 3 പ്രാവശ്യം ഈ ആരോഗ്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. എന്തൊക്കെ കാര്യമാണ് നിങ്ങൾ നോക്കിക്കേ. 1, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ, സ്നേഹത്തിൽ ആരോഗ്യമുള്ളവർ, സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. കഷ്ടത, പ്രയാസം, നിന്ന, ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുന്നു. ദൈവകൃപയുള്ള വൃദ്ധന്മാർ സഹിഷ്ണുതയിൽ സ്ട്രോങ് ആണ്, ആരോഗ്യമുള്ളവരാണ്. അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോകത്തില്ല, വിശ്വാസത്യാഗം സംഭവിക്കത്തില്ല. ഉറപ്പാണ് ദൈവം നാളെ കാര്യങ്ങൾ ചെയ്തെടുക്കും. അതാണ് ആരോഗ്യപരമായ വിശ്വാസം, ആരോഗ്യപരമായ സഹിഷ്ണുത, ആരോഗ്യപരമായ സ്നേഹം. ആമേൻ. മനസ്സിലായി? ഇതാരെ കുറിച്ച് പറഞ്ഞതാണ്? ഉറക്കെ പറയാം. വൃദ്ധന്മാരല്ലേ? ഓ സ്തോത്രം. ഏതായാലും കുറച്ചുകൂടെ പറ പാസ്റ്ററേ. ഇല്ല, നിങ്ങളെ അങ്ങനെ നിർത്താൻ ഒക്കുമോ? വൃദ്ധകളെ കുറിച്ച് പറയാൻ പോവുക. അതാണ് ഇനിയും. യൗവനക്കാരത്തികളും യൗവനക്കാർക്കും ഒക്കെ പുറകെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. 3-ാം വാക്യം, വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരായിരിക്കണം എന്നും. ഞാനിത് വായിച്ചു പോർത്തു, ക്രേത്തയിലെ വൃദ്ധകൾ ഇച്ചിരി അടിക്കുന്നവരായിരുന്നു എന്ന്. ഇന്നും ഉണ്ട് ഒത്തിരി പുള്ളികളൊക്കെ. ഇവിടെ അങ്ങനെ ആയിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ബാററ്റം ഒന്ന് പോകുന്ന പുള്ളികൾ ഉണ്ട്. ക്രേത്തയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ എത്ര വയസ്സാ? അല്ല ഇതും ഇട്ടോ ഒരു 60 വയസ്സിന് മുകളിൽ. 59 ആയുള്ളൂ. അല്ല അത് വായിക്കോട്ടെ, അത് കുഴപ്പമില്ല. അതുകൊണ്ട് ദൂതൊന്നും അവോയ്ഡ് ചെയ്യണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ചിലർക്കൊരു ഷെയ്ക്കിങ് ഉണ്ടായി. അയ്യോ, ഞാൻ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. ചിലർക്ക് ഇതെല്ലാം ഗ്രാമറാണ്. 60 എന്നല്ലയോ പറഞ്ഞ പാസ്റ്റർ? ആണ്. ഞാൻ 59 ആയുള്ളൂ, അടുത്ത മാസമാണ്. ഒന്നും കുഴപ്പമില്ല. ഏതായാലും യൗവനമല്ലല്ലോ. അല്ല അതുമൊക്കെ ഇനിയും പറഞ്ഞു കൊടുക്കണം. 60-65 ആയാലും ഞാൻ ഓർക്കും ഇവർക്ക് എന്തോ പണി, എന്താ ഇത്? യൗവനമാണെന്നും കണ്ട് ഇനി ഞാൻ പറയുന്നില്ല, കാരണം ഇത് എല്ലാവരും കേൾക്കത്തില്ലയോ. വൃദ്ധമാർ അപ്പം 60 വയസ്സൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ല. വേണമെങ്കിൽ 1 തിമോത്തിയോസ് 5:9 എഴുതി വെച്ചു. എന്നാൽ ഇവരോടും വൃദ്ധന്മാരോട് ഇടപെടുന്നത് പോലെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് പറയുന്ന ഉപദേശി പ്രായം കുറവാണെങ്കിൽ ബഹുമാനത്തോടെയാണ് പറയേണ്ടത്. വ്യക്തിപരമായി പറയുമ്പോൾ അങ്ങനെയാണ്. 1 തിമോത്തിയോസ് 5:2 മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്ക.
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാ. അല്ല, ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമില്ല. ദൈവവചനം എത്ര മനോഹരമാ അല്ലേ? എന്തുവാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, എവിടെ വെച്ചും എപ്പോഴാ പറയേണ്ടത്. ഇത് പക്ഷെ നമുക്കിത് അങ്ങോട്ട് കിട്ടുന്നില്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ തുറന്നപ്പോൾ കിട്ടിയ വാക്യങ്ങളാണ് ഇത്. പക്ഷെ അന്നേരം നമുക്ക് എന്തായിരുന്നു വേണ്ടത്? നമുക്ക് എരിഹോവിന്റെ മതിൽ ഇടിയുന്നതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ തിരിച്ചു പിന്നെ പണിതു. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചപ്പോ കിട്ടിയതാ. വാസ്തവത്തിൽ അന്നിത് വായിച്ച് മനസ്സിലായിരുന്നെങ്കിൽ അകത്തെ എരിഹോ ഇടിഞ്ഞേര്. നടപ്പിൽ പവിത്രയോഗ്യമാരും എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധിക്ക് ചേരുന്ന നടപ്പായിരിക്കണം. ഫോൺ കോൾ ചെയ്യുന്നതാട്ടെ, വ്യക്തിപരമായ സംസാരം എന്തുമാകട്ടെ, പ്രായമുള്ള സഹോദരിമാരെ, പത്യവചനത്തിന് ചേർന്ന ഉപദേശം, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ജീവിതത്തിന് ചേർന്നതായിരിക്കണം നടപ്പും ചിന്തയും നോട്ടവും ഭാവവും എല്ലാം. സ്തോത്രം. നടപ്പിൽ പവിത്രയോഗ്യമാരും. അടുത്തത്, ആരും കൈവക്കല്ലേ, ഏഷണി പറയാത്തവരും. ഈ ഏഷണി പറയാത്തവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മലീഷ്യസ് ഗോസിപ്സ്, അല്ലെങ്കിൽ സ്ലാൻഡറർ, അല്ലെങ്കിൽ ഫോൾസ് എക്യൂസർ. 34 തവണ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ത് വിഷയത്തോടുള്ള ബന്ധത്തിനാണെന്നറിയാമോ? പിശാചിന്റെ ടൈറ്റിലായി. കാരണം ഒറിജിനൽ ഭാഷയിൽ ഡയബോളോസ് എന്ന പ്രയോഗമാണ് പിശാചിന് ഉപയോഗിക്കുന്ന പ്രയോഗം. വൃദ്ധകളോട് പറയാ, ഏഷണി പറയാത്തവരും. ഏഷണി പറയുന്നവരുടെ ഞാൻ അന്നേരം കേട്ടില്ലായിരുന്നു, ഒന്നുകൂടെ ഒന്ന് പറയാമോ? എന്തൊരു സുഖമാമ്മയ്ക്ക്. അപ്പൊ ഒന്നുകൂടെ കേട്ട് എന്നിട്ട് അടുത്ത ഞാനേ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാ കേട്ടോ, ഒരു വിഷയമുണ്ട്, അത് അങ്ങോട്ട് പറഞ്ഞു. എല്ലാ പ്രായമുള്ള എന്താ നമ്മൾ വിളിക്കണ്ടേ, അമ്മമ്മമാർ, അത് പോരാ, ആന്റി. എല്ലാരും കേട്ടോ ഇത്? ഏഷണി പറയാത്തവർ. സ്തോത്രം. വാസ്തവത്തിൽ ഒരു ഭക്തിയുള്ള സ്ത്രീയെ മറ്റൊരാളിൻ്റെ പേരിന് അപമാനം വരുന്ന കാര്യം എടുത്തിങ്ങനെ പറയത്തില്ല. ഭക്തി കെട്ടതിന്റെ ലക്ഷണമാണത്. യോഗം കഴിഞ്ഞ ഉടനെ അടുത്ത ആളിനെ ചുറ്റിപ്പറ്റി, ഞാനൊന്ന് കേട്ടതായിരുന്നല്ലോ, എന്തിനാ ഇവിടെ വരുന്നത്? എന്തവാ കേട്ടത് ഉപദേശം? അൺഗോഡ്ലി. ഇതുപോലെ ചിലർക്ക് ഈ നമ്മള് ചില യോഗത്തിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓനാലിമുക്കന് 5 മണിക്കായിരിക്കും ഓനാലിമുക്കന് 5 മണിക്ക് നമ്മുടെ ഏരിയ പ്രയർ. ഈ 5 എന്നുള്ളത് വിട്ടുപോയത്. ആദ്യത്തെ ഓനാലിമുക്ക് എന്തായിരുന്നു പറഞ്ഞ? ഓനാലിമുക്കൻ ആരുടെ കല്യാണമല്ല, ഏരിയ പ്രയർ. ഇങ്ങനെ ഹാഫ് ട്രൂത്തുകൾ, അത് എന്നിട്ട് നമ്മുടേതൂടെ കാര്യം ഇട്ട് കൊഴുപ്പിച്ച് കുടുംബങ്ങളെയും വ്യക്തികളെയും ചെറുപ്പക്കാരെയും കുറിച്ച് പറഞ്ഞ് അവരെ നശിപ്പിക്കുന്ന ഇടപാടുകൾ നിർത്താം. പൈശാചിക വ്യാപാരമാണ് ഇതിനകത്ത്. പക്ഷേ എങ്ങനെ അറിയാം? മൂലവാക്ക് വെച്ച് ഞാൻ ഒരു വ്യാഖ്യാനം പറഞ്ഞതാണ്. സ്ലാൻഡറർ. സ്തോത്രം. എന്തൊരു നിശബ്ദത! കൈപൊക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എത്ര പേര് സ്ലാൻഡറേഴ്സ് ആണ്, ഏഷണി പറയുന്നവരാണ്? ആരും കൈപൊക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലയോ നിങ്ങൾ അതിന്റെ വലിയ ഉസ്താദാണ്. ഞാൻ വേണേ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അങ്ങനെ എന്നോട് പറഞ്ഞാൽ മതി. പക്ഷെ ഞാനുണ്ടോന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു തരാം, അമ്മാമ ആ ടീമാണെന്ന്. എന്നാലേലും ഗുണപ്പെടും. സ്വർഗരാജ്യത്തിൽ പോകുന്നവരുടെ ലക്ഷണമല്ലത്.
ഇതൊക്കെ തീത്തോസ് പഠിപ്പിക്കണമെന്ന് സഭയിൽ. ഇത് പഠിപ്പിക്കുന്ന മൂപ്പന്മാരെയാണ് ക്രയത്തേലെ സഭകളിലെല്ലാം പോയി അപ്പോയിന്റ് ചെയ്യേണ്ടത്. മൂപ്പന്റെ ജോലി കണ്ടോ? ചിലർ ഈ മൂപ്പനെന്ന് ചിന്തിക്കുന്നതെന്ന് പറയാം, ഞങ്ങളുടെ സഭയിലെ മൂപ്പനാകട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു 10-75 വയസ്സുണ്ട്, മൂപ്പനാന്ന്. അയ്യോ, അതല്ല മൂപ്പൻ. അതല്ല വേദപുസ്തകം പുതിയ നിയമത്തിൽ പറയുന്ന മൂപ്പൻ. വേദപുസ്തകം പറയുന്നത് പാസ്റ്റേഴ്സിനെ വിളിക്കുന്ന ഒരു പേരാണ് എൽഡേഴ്സ്. മുന്നോട്ട് പോകാൻ പെട്ടെന്ന്. വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം. ഏഷണിയുടെ കാര്യമൊക്കെ കഴിഞ്ഞു, സ്തോത്രം. അപ്പൊ എനിക്ക് നേരിട്ടൊന്നും ആരെ അറിയത്തില്ല. വീഞ്ഞിന് പകരം വേറെ വല്ല സംഭവം ഉണ്ടെങ്കിൽ ചെറുക്ക് ചുമമരുന്ന. നേരിട്ട് ബാറിപ്പോയി കള്ളു കുടിക്കത്തില്ല. എന്തോ അടിക്കുന്നുണ്ട്? ചുമ. ഏതാ? ഒരു ഉറങ്ങാനൊരു സുഖം. ചിലർക്ക് ഉറക്ക ഗുളികയാ. ഉറക്ക ഗുളിക അടിച്ചേച്ച് രാവിലെ ഇവിടെ വരുന്നവരുണ്ട്, ഇങ്ങനെ കിക്ക് കിട്ടിയ പോലെ ഇരിക്കും. ബ്രദർ എന്താ ഉറങ്ങിയത്? ചില അടിച്ചതാ ഇന്നലെ. വീഞ്ഞിന് അടിമപ്പെടാത്തവരും. ഇവിടെ ഡ്രങ്കണ്ണസിനോടുള്ള ബന്ധത്തിലാണ്. ആ കാലഘട്ടത്തിൽ ക്രയത്തിലുള്ള സഹോദരിമാരെ വിവിധ കാരണങ്ങൾക്ക് വേണ്ടി മദ്യലഹരിയിലായിട്ടുണ്ട്. ചിലരവരുടെ ഏകാന്തത മറക്കാൻ വേണ്ടി, ചിലര് അവരുടെ ശാരീരിക വേദനയിൽ നിന്ന് ഒരു താൽക്കാലിക വിടുതലിന് വേണ്ടി, ചിലര് ഡിപ്രഷൻ എന്ന അനുഭവങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയൊക്കെ ആ നിലയിൽ വീഞ്ഞിന് അടിമപ്പെട്ട അനുഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഇങ്ങനെ വീഞ്ഞിൽ ആശ്രയിക്കാൻ കാരണം ദൈവകൃപ വിട്ട് കർത്താവിലുള്ള ആശ്രയം വിട്ടു. ഏകാന്തതയിലും കർത്താവിന്റെ സാന്നിധ്യം മതിയായിരുന്നു. ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ കർത്താവിന്റെ ആ ടച്ച് മതിയായിരുന്നു. അത് വിട്ടത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അഡിക്ഷനിൽ അവരായത്. വൃദ്ധന്മാരെ പഠിപ്പിക്കണം, വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണം. എന്നിട്ട് 4-ാം വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടി ഇവരെ പഠിപ്പിക്കണം. നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം. ആരെ? യൗവനക്കാരത്തികളെ നന്മ ഉപദേശിക്കുന്നവർ. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു വലിയ ശുശ്രൂഷയുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ദൈവസഭയിൽ പ്രായമുള്ള സഹോദരിമാർക്ക് ബൈബിൾ പറയുന്ന ഒരു ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ ഉണ്ട്. യൗവനക്കാരത്തികളെ നിങ്ങൾ ടീച്ച് ചെയ്യണം. പിന്നെ ടീച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതവും ക്ലിയർ ആയിരിക്കണം. അല്ലേല് എന്താ ടീച്ച് ചെയ്യാനാ? ഈ ശുശ്രൂഷ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെയുള്ള പ്രായമുള്ള എത്ര പേര് ഇത് ഏറ്റിട്ടുണ്ട്? യോഗം കഴിഞ്ഞ ഉടനെ അവരവരവരുടെ പാട്ടിന് പോകുന്നു, പിന്നെ ഏതെങ്കിലും ഒരു യോഗത്തിന് വരുന്നു. യൗവനക്കാരത്തികളെ പത്യവചനത്തിന് ചേർന്നത് പഠിപ്പിക്കുക. ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. തീത്തോസേ, നീ പോയി യൗവനക്കാരത്തികളെ പഠിപ്പിക്കാൻ അല്ല പറയുന്നത്, യൗവനക്കാരത്തികളെ പ്രായമുള്ളവർ പഠിപ്പിക്കണം. ഓ, ലുക്ക് അറ്റ് ദ ഡിവൈൻ വിസ്ഡം. ഞാനിത് വായിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കർത്താവ് നമ്മളെ നടത്തുന്നത് യൗവനക്കാരത്തികൾക്ക് ഇവിടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അതിന് നമ്മുടെ ഇടയിലുള്ള പ്രായമുള്ളവർ വിവിധ ക്ലാസ്സുകൾ വന്നെടുത്തു. ഞാൻ ഏതെങ്കിലും സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വന്നിരുന്നു. I thought, praise the Lord. അതെന്താണ്? തീത്തോസ് യൗവനക്കാരനാ. തീത്തോസ് ഒരു അപകടത്തിൽ പെടരുത്.
അതിന് അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന വിസ്ഡമാണ്, ലെറ്റ് ദി ഓൾഡർ വുമൻ ടീച്ച് ദി യങ്ങർ വുമൻ ഓർ ഗേൾസ്. ശരിക്കും അവിടെ യങ്ങർ വുമൻ എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിൽ മാരീഡ് ആയിട്ടുള്ളവരെയാണ് എന്നത് നമുക്ക് ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പ്രായമുള്ള എല്ലാവരോടും ഞാൻ ചോദിക്കുക, നിങ്ങൾക്കിങ്ങനെ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? പ്രതിഫല ഇച്ഛ കൂടാതെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അജണ്ട നടക്കണമെന്ന് ആഗ്രഹമില്ലാതെ, ദൈവവചനത്തിന്റെ പഥ്യ ഉപദേശത്തിൽ ഏതെങ്കിലും ഒരു യൗവനക്കാരത്തിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന നല്ല അനുഭവം. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവസഭയിൽ വലിയ ശുശ്രൂഷയാണത്. ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. ഞാൻ ഇവിടുത്തെ യങ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇവരുമായിട്ടെല്ലാം ഞാൻ ഇടപെടുന്ന ആളാണ്. പക്ഷേ I am always aware of my limitations. അത് ഇടപെടുന്നത് മുഴുവനും എൻ്റെ ഭാര്യയുടെ കൂടെ ആയിരിക്കും, അവളുടെ സാന്നിധ്യത്തിലാണ്. എന്നാൽ അവർക്കൊരു ശുശ്രൂഷ, ഒരു ദൈവിക നിയോഗമുണ്ടായി. ദൈവസഭയിലുള്ള കൃപ ലഭിച്ച പ്രായമുള്ള ഒരു അമ്മാമ്മ, അതിന് എന്താ അതിന് പറയുന്നത്, ആ ദൈവാലോചനയാണെന്നുള്ളത് എനിക്ക് ബോധ്യം വരത്തക്കവണ്ണം ആ അമ്മാമ്മയുടെ വാക്കുകളാണ് എനിക്ക് പ്രചോദനം നൽകിയത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ഇപ്പൊ യൗവനക്കാർത്തികളുടെ മീറ്റിംഗ് നടക്കുന്നത്. പക്ഷേ ഇതിനകത്തും മിക്കതും വരത്തില്ല. ആ സമയത്ത് ഞാൻ ഫ്രീ അല്ല. എന്ത് ചെയ്യും? മാതാപിതാക്കളെ, ദൈവസഭയുടെ സംവിധാനം കണ്ടോ? എല്ലാ മേഖലയിലുള്ളവർക്ക് ഇവിടെ മിനിസ്ട്രി ഉണ്ട്. യൗവനക്കാർക്കോ യു ഹാവ് യൂത്ത് ഇമ്പാക്ട്, യു ഹാവ് യുവർ ഓൺ ഗ്രൂപ്പ്. മാത്രമല്ല ഇവിടെ മുഴുവനും യൂത്ത് ലീഡേഴ്സ് ആണ്. ആരെയും ഏത് സമയത്തും കാണാം, ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ എത്ര മാതാപിതാക്കൾക്ക് ഉണ്ട് ഈ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ഇവരെ ഈ മിനിസ്ട്രികളിലേക്ക് എക്സ്പോസ് ചെയ്യത്തില്ല, വിടത്തില്ല. നഷ്ടം ആർക്കാണെന്നുള്ളത് അവരവർ ചിന്തിക്കുക, അവരവർ ചിന്തിച്ചാൽ മതി. യൗവനക്കാർത്തികളുടെ മീറ്റിംഗ് അവരാണ് ലീഡ് ചെയ്യുന്നത്, അവരാണ് പലപ്പോഴും പ്രസംഗിക്കുന്നത്. പിന്നെ നമ്മുടെ ഇടയിലുള്ള പ്രായമുള്ള ആളുകൾ, നിയോഗിക്കപ്പെട്ടവർ, അവർ ദൈവവചനം പറയുന്നു. എത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് നടക്കുന്നത്. 4-ാം വാക്യത്തിൽ നിന്നാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. നന്മ ഉപദേശിക്കുന്നവർ ആയിരിക്കണം, അവരെ എൻകറേജ് ചെയ്യണം. കാരണം യൗവനക്കാർത്തികൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ ലോകത്തിന്റെ യാത്രയിൽ അവർക്ക് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആ സമയത്ത്, ആ ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്ത് പ്രായമുള്ള ഒരമ്മയുടെ സ്ഥാനത്ത് നമ്മളെ ഞാൻ അത് ഹാൻഡിൽ ചെയ്യാം. അല്ലാതെ ഇവരിൽ നിന്ന് ഏതോ കാര്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് 10 പേരോട് പറയാനുള്ള അങ്ങനെ അടുത്ത് ഞാൻ പറയും, ഇവരാരും ഒരു വാക്ക് തുറക്കത്തില്ല, ഒരു വാക്ക് ഇവർ തുറക്കത്തില്ല. ജീവിതം പാഴാകല്ല് സഹോദരിമാരെ. യു ക്യാൻ ഹെൽപ്പ് ദി യങ് പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. ഇനി 4-ാം വാക്യം ഒന്നുകൂടെ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാർത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും, അതാണ് ആദ്യം, ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും. അപ്പോൾ 4-ാം വാക്യം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചാട്ടെ. then we'll get into this younger woman. യൗവനക്കാർത്തികളുടെ കാര്യം ഇനി പറയാൻ പോകുന്നു. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാർത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം. അപ്പൊ ഞാൻ ആ നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് മേളിൽ ഓൾഡർ വുമണോടുള്ള ബന്ധത്തിൽ ചേർത്തിട്ട് we come down to younger woman. അവ യങ് ആയിട്ടിരിക്കുന്ന സകല ആളുകളും ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ട്, ഇവിടെ ഉള്ളവരുണ്ട്. നിങ്ങൾ കേൾക്കണം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ് ഫോർ യു.
ഇപ്പൊ നമ്മള് ഗ്യാസ് ഊറ്റി അടച്ചായിരുന്നോ? ഏതായാലും ഇത്ര നേരമായി, സംഭവിക്കാനുള്ളത് സംഭവിക്കും. ഇത് കേക്ക്, ശാന്തമായിട്ട് ഇത് കേക്ക്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിനാ ചിലത് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ക്രമം കെട്ട് നടന്നാൽ ദൈവവചനം ദുഷിക്കപ്പെടും. ഗേൾസ്, യങ് മദേഴ്സ്, നിങ്ങളുടെ നടപ്പ് ക്രമത്തിലല്ലെങ്കിൽ, ക്രമം കെട്ടതാണെങ്കിൽ ദൈവവചനം ദുഷിക്കപ്പെടും. അത് ഈ പറഞ്ഞ കാര്യം യൗവനക്കാരാകട്ടെ, യൗവനക്കാരത്തിയാകട്ടെ, വൃദ്ധകളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, ആരുടെയും ലൈഫ് ക്രമം കെട്ടാലും ദൈവത്തിന്റെ വചനം ദുഷിക്കപ്പെടും എന്നത് നാം ഉൾക്കൊള്ളണം. ഒരു ഭാര്യ എന്ന നിലയിൽ യൗവനക്കാരത്തിക്ക് അവിടെ ഭർത്താവിനോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല, ധാർമ്മികമായിട്ടുള്ള വിശുദ്ധിയില്ല, ഒരു വീട്ടിലെ ഒരു നല്ല ഹോം മേക്കർ അല്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണെങ്കിൽ നാട്ടുകാര് കാണുമ്പോൾ താണ്ട പോയിരിക്കുന്നു, വല്ല സുവിശേഷമാ, സ്നാനപ്പെട്ട ചുവിനെ വീട്ടിൽ കയറുന്നില്ല. നോ 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 നോ, ഇറ്റ് ഈസ് എ റോങ് അഡ്വർടൈസ്മെന്റ് ഫോർ ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവവചനം ദുഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് 7 കാര്യങ്ങളാണ് താഴോട്ട് പറയുന്നത്. യൗവനക്കാരത്തികളെല്ലാം ഓർത്തോണേ, ചുമ്മാ വീട്ടിലെ സോഫായിലിരുന്ന് ചിപ്സും കഴിച്ചുകൊണ്ട് ആഹാ ഞാൻ ഓർത്തു രോഹിത് ശർമ്മ ആയിരിക്കും ക്യാപ്റ്റൻ എന്ന്. വല്ല കാര്യമുണ്ട് നിനക്ക്? വീട്ടുകാരെ നോക്കി ഇരിക്കേണ്ടതിന് അവിടെ വലിയ വിഷയമാണ്. രോഹിത് ശർമ്മയാണോ? കോഹ്ലി തിരിച്ചു വരുമോ? സഞ്ജു സാംസന് കിട്ടേണ്ടതായിരുന്നു. സ്തോത്രം. 7 ഭാഗങ്ങൾ യൗവനക്കാരത്തികളോടാണ്, പ്രത്യേകിച്ചും വിവാഹിതരായവർ. ഭർത്തൃപ്രിയമാരും, ഇത് പ്രത്യേകം ഓർക്കണം. നമ്മൾ ഭർത്തൃപ്രിയം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. അത് ഏത് നിലയിലുള്ള സ്നേഹമാണ് എന്നത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ പറയുന്നത് ഈ റൊമാൻറ്റിക്കോ സെക്ഷൽ ലവിനെ കുറിച്ചല്ല. അതിന് വിവാഹത്തിൽ അതിൻ്റെ സ്ഥാനം ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ പറയുന്നത് അവരുമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ലവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്ലൈ ചെയ്തിരിക്കുന്നത് ഭർത്താവുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ലവിലാകണം. ഭർത്തൃപ്രിയമാണ്. ഭർത്താവ് നോക്കുന്നില്ലായിരിക്കാം ഭർത്താവിനെ നിങ്ങളത്ര എഡ്യൂക്കേഷൻ, ഇറ്റ് ഡസന്റ് മാറ്റർ. ആ ആളിനോട് ദൈവം എന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൊണ്ട് he is my best friend, I like to talk to him, think about him. ആ നിലയിൽ ഒരു സ്നേഹം. അപ്പൊ ഇത് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, യൗവനക്കാരികളെ ഭർത്തൃപ്രിയമർ. അപ്പൊ ഭർത്താവിനെ സ്നേഹിക്കുന്ന കല്യാണം കഴിച്ച് ഓട്ടോമാറ്റിക്കായി വരുന്നതല്ല. ഉപദേശം വേണം ഇതിന് ഉപദേശം വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കൾച്ചറിൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ്. ഇതിന് ഉപദേശിമാർ ഉപദേശിക്കണം. എല്ലാ യൗവനക്കാരത്തികളും ഓർക്കണം, ഈ സമർപ്പണം ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കാൻ നല്ലത്. ഭാര്യയും ഭർത്താവും കൂടെ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് ഒരു വെരി ക്ലോസ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഞാൻ എടുത്തു പറയാം, now at this juncture it is not talking about the romantic love but an intimate friendly, പരസ്പര ബഹുമാനമുള്ള ആ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇത് തുടങ്ങേണ്ടത് യൗവനക്കാരത്തികൾ എവിടാന്നറിയാമോ? നിങ്ങളുടെ ചിന്തയിലാണ് ഇത് തുടങ്ങേണ്ടത്. പലപ്പോഴും ഈ ചിന്തക്കകത്ത് എന്താണെന്നറിയാം, ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്,
ചിന്തയില്ല. സ്തോത്രം. ചിന്തകളിൽ മാറണം. You have to love him and respect him and be his friend and call him when he is away and take his call. അങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടതാ ഇത്. അയാളെ കുറിച്ച് നമ്മൾ ഗ്രംബിൾ ചെയ്യുകയും, എന്താ ഗ്രംബിൾ ചെയ്യേണ്ടത്? ഓ, ആ സോക്സ് വലിച്ചൊരേറാ എറിയട്ടെ, നിങ്ങൾ എടുത്ത് വേണ്ട സ്ഥാനത്ത് ഇടണം. ഓ, വന്ന സോഫായിലോട്ട് അങ്ങ് പൊളുക്കോന്ന് ഇരിക്കും. ഇരിക്കട്ടെന്നേ, അയാൾ കാശ് കൊടുത്ത് മേടിച്ചില്ലയോ? സ്തോത്രം. റോമാലേഖനം 4 മതി. ഭാര്യമാർ ഇന്ന് വരാത്ത ചിലർ ചോദിക്കുക, ശേ ഭാര്യമാരെ കൊണ്ടുവരേണ്ടതായിരുന്നു. കൊണ്ടുവരണം. അല്ലെ കുറഞ്ഞ പക്ഷേ ഈ ലിങ്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അവർ കേൾക്കട്ടെ, കേൾക്കുന്നവരാണെങ്കിൽ. ശരിക്കും നിങ്ങളുടെ മൈൻഡിലാണ് വരേണ്ടത്. ഓക്കെ, യു വിൽ സ്റ്റാർട്ട് ലവിങ് ദാറ്റ് പേഴ്സൺ. എന്നിട്ട് ശ്രദ്ധിക്കണം, മൈൻഡിൽ വരേണ്ടത്, കർത്താവേ, ഐ താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സൺ. എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ വേറെ ഒരാൾക്കൊക്കത്തില്ല. ഐ താങ്ക് യു ഫോർ ദാറ്റ് പേഴ്സൺ. അത് മൈൻഡിനകത്ത് കൺട്രോൾ ആകണം. മറ്റേത് മൈൻഡിൽ മുഴുവൻ ആരും കാണുന്നില്ല. നമ്മൾ അയ്യാ എന്താണ് അകത്തെന്താണെന്നറിയോ? വന്നിരിക്കുന്നു. Doesn't work. ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. എന്നിട്ട് നമ്മുടെ മൈൻഡിൽ, അപ്പൊ നിങ്ങൾ, എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ചിലർ പറയും, പാസ്റ്റർക്ക് ഇതൊക്കെ പറയാം, ജോളിയാൻ്റിയാ കൂടെ ഉള്ളത്. നമ്മുടെ സ്ഥിതി അങ്ങനൊന്നും അല്ല. ആ അങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിക്കണം നല്ലതായി. ദൈവമല്ലേ കൂട്ടിച്ചേർത്തത്. ദൈവത്തോട് വേറെ കാര്യമൊന്നും പരാതി പറയണ്ട. ചിന്തിക്കുകയും ദൈവത്തിന് നന്ദി പറയും. ഇപ്പോ അച്ചാച്ചന് എന്തായിരിക്കും ആവശ്യം? കയറി വന്നപ്പോ അച്ചാച്ചന് ഏറ്റവും ഇഷ്ടം ഒരു കോഫിയാ, കൊണ്ടുവരാം. ഇതെല്ലാം മൈൻഡിലിടണം. ഡിന്നറിന് എന്തായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം? ഞാൻ 2 ദിവസം മുമ്പ് കണ്ടതാ, പുള്ളിക്ക് ഞാൻ ആ സൂപ്പ് കൊടുക്കുകയും ആ സലാഡ്, പുള്ളിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. അത് തന്നെ കൊടുക്കുക, അത് തന്നെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഭാഗ്യമുള്ളവരാ കൊച്ചു കുഞ്ഞുങ്ങളെ. കല്യാണമൊക്കെ കഴിക്കാൻ പോകുമ്പോ മക്കളെ ഇതാണ് സംഭവം. സ്നേഹം ഇരുന്ന് ചിരിക്കുന്നു. മാസ്ക് എത്ര മോളെ കെട്ടിയാലും ഐ ക്യാൻ സീ ദാറ്റ്. ഇങ്ങനെയാ കാര്യം. ഇങ്ങനെയാണ് നമ്മൾ. യു ഹാവ് എ ഗുഡ് ഇത് കാണുന്നവർ സുവിശേഷം അംഗീകരിക്കുകയാണ്. എടാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ഇവരെ കുടുംബം കണ്ടോ, വൈകിട്ടത്തെ പ്രാർത്ഥന കണ്ടോ, ഇവരെ കുഞ്ഞുങ്ങളെ കണ്ടോ, they praise God. അവരും സുവിശേഷത്താൽ അട്രാക്റ്റഡ് ആകും. അല്ലാതെ ഞായറാഴ്ച പോകുമ്പോൾ വെള്ളം ഞാൻ ഇടും, പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വലിയ സംഭവമാണ്, പ്രശ്നങ്ങളാണ്. That's not the way. ഇത് പ്രായമുള്ളവര് ഇവരെ ട്രെയിൻ ചെയ്യണം. പക്ഷെ ട്രെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കണം. അല്ലാത്തവര് പറഞ്ഞാല് ഇവരോടൊന്നും ചെന്ന് പറയല്ലേ, ഇവരൊക്കെ വലിയ എന്താ അതിന് പറയുന്നത്, വേറൊരു ലെവലാ. ഇവരോട് വല്ലതും പറഞ്ഞാൽ അവര് നേരിട്ട് ചോദിക്കും. പക്ഷെ ആന്റി അങ്ങനെ അല്ലല്ലോ ആന്റി. അപ്പൊ ആന്റിയുടെ സുവിശേഷം എറിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആദ്യം ക്രമീകരിക്കണം. അങ്ങനെ ഒരു കുടുംബസ്നേഹം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് സമയമെടുക്കും. ആ ഫ്രണ്ട്ഷിപ്പ് സമയമെടുക്കും. ഒരുമിച്ചുള്ള തോട്ട്സ്, കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് വരാൻ. ഇതിനോട് ചേർന്ന് ഞാൻ പറയാം, ഭക്തിയുള്ള ഭർത്താക്കന്മാര് അവരും ഇത് നമുക്കറിയാമല്ലോ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം 28-ാം വാക്യം, ഇവിടെ എല്ലാം ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് ചില ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാർ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. തീത്തോസി കണ്ടില്ലയോ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്തൃപ്രിയമാരായിരിക്കണം അങ്ങനെ എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ. അപ്പൊ അൺലവബിൾ ആകട്ടെ, അൺകെയറിങ് ആകട്ടെ, അൺഫെയ്ത്ത്ഫുൾ ആകട്ടെ, നിങ്ങളുടെ വീട് അന്വേഷിക്കാത്ത ആകട്ടെ, നോ പ്രോബ്ലം. യു സ്റ്റിൽ ലവ് ഹിം ബിക്കോസ് ഗോഡ് ഹാസ് ജോയിൻഡ് ദ പേഴ്സൺ ടു യു.
അപ്പൊ ഇത് പഠിപ്പിക്കണം. ഇത് ഇന്നത്തെ സമൂഹത്തിന് നേരെ വിപരീതമായ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. അടുത്തത്, പുത്രപ്രിയമാരും. അവരെ പഠിപ്പിക്കണം പിള്ളാരെ സ്നേഹിക്കണം. അവിടെയും ആ സ്നേഹത്തിന്റെ വാക്ക് ഇംപ്ലൈ ചെയ്തിരിക്കുന്ന ലവ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇത് അനേക മാതാപിതാക്കൾക്ക് അറിയത്തില്ല. യൗവനക്കാർത്തികൾ ഓർത്തോണം, ഇതാണ് പഠിപ്പിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ അവരെ അമ്മ എന്ന നിലയിൽ സ്നേഹിക്കുന്നു, വാത്സല്യം കൊടുക്കുന്നു, അവരുമായിട്ടുള്ള ഒരു ഇന്റിമസി. അവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. ഇതൊക്കെയാണ് പത്യ ഉപദേശത്തിന് ചേർന്നത്. അമ്മയിൽ നിന്ന് മറയ്ക്കുന്ന എത്ര പേരുണ്ട്? എന്നാൽ എനിക്കറിയാം, ഇവിടെ യൗവനക്കാരായ ആൺകുട്ടികൾ 10ഉം 27ഉം വയസ്സുള്ളവർ അമ്മയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാതെ അമ്മയോട് എല്ലാ കാര്യവും പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് ആ അമ്മയുടെ വിജയമാണ്, മാതാപിതാക്കളുടെ വിജയമാണത്. എനിക്കൊന്നും അറിയും, എനിക്കൊന്നും, അതാ അമ്മയുടെ തോൽവിയാണ്. പുത്രപ്രിയമാർ, അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കൾട്ടിവേറ്റ് ചെയ്യണം. അവർ വളർന്നു വരുമ്പോൾ 10 വയസ്സായി, 15 വയസ്സായി, പിന്നെ 20 വയസ്സായി, അവർക്ക് കോൺഫിഡൻസ് കിട്ടണം. ഐ ടെൽ മൈ മദർ, അങ്ങനെയാണ് വളർത്തേണ്ടത്. ഇത് വൃദ്ധകൾ യൗവനക്കാരത്തികളെ പഠിപ്പിക്കണം. അല്ലാതെ കിട്ടുന്ന വാക്കിന് ചിലര് പിള്ളേരെ അടിക്കുന്നതൊക്കെ ചെള്ളയ്ക്ക് നോക്കി അടിക്കുക, പിന്നെ മൃഗങ്ങളുടെ പേര് വിളിക്കുക. നോൺസെൻസ്. ഭക്തിയുള്ളവരത് ചെയ്യത്തില്ല. ഭർത്താക്കന്മാരോടുള്ള സ്നേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയാം. യൗവനക്കാർത്തികളായ മാതാക്കന്മാർ, നിങ്ങള് അവളെ ക്ലാസ്സിൽ ഒരു ഇതില്ല, 50 പിള്ളേരുണ്ട്, വേണ്ട കൊണ്ടുവന്നിരിക്കുന്നത് 45ാമത്തെ ഗ്രേഡാ, 50ാമത്തെ ഗ്രേഡ് ആകട്ടെ, തോറ്റു പോകട്ടെ, എന്നാലും അവളെ സ്നേഹിക്കും. അതാണ് ഫ്രണ്ട്ഷിപ്പ്. മാർക്ക് കിട്ടുന്നത് കൊണ്ടല്ല കുട്ടിയെ സ്നേഹിക്കുന്നത്, കാണാൻ അഴകുള്ളത് കൊണ്ടല്ല കുട്ടിയെ സ്നേഹിക്കുന്നത്. കുട്ടിയെ സ്നേഹിക്കുന്നത് ദൈവം എനിക്ക് തന്ന ദാനമായതുകൊണ്ടാണ്. അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ ജോലി ചെയ്ത് ഗൾഫിൽ പോയി കാശ് തന്നതുകൊണ്ടല്ല സ്നേഹിക്കുന്നത്. ഒന്നും തന്നില്ല, ഹീസ് മൈ ബോയ്, ദാറ്റ്സ് മൈ ഗേൾ. യൗവനക്കാർത്തികളുടെ അകത്ത് ഇതാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ ജാഗോയുടെ എന്തോ പാട്ടാടാ, നിനക്ക് വല്ല നോക്കുമോ? അതല്ല, അവന് പാടാനല്ല താലന്ത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലായതുകൊണ്ട് അവൻ ഒട്ടും പാടത്തില്ല. പാടുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല സ്നേഹിക്കേണ്ടത്. That's your child. You become a friend to him. Let him confide in you. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചില യൗവനക്കാർക്ക് അവ അടിക്കുകയും വഴക്ക് പറച്ചിലും അതൊന്നും വേണ്ടേ? അതാ സ്നേഹം. ആ സ്നേഹത്തിലും അതുണ്ട്. തിരുത്തണം. അല്ലാതെ ടാലന്റ് ഉള്ളത് കൊണ്ടല്ല, പൈസ ഉള്ളത് കൊണ്ടല്ല, കാണാൻ കൊള്ളാവുന്നത് കൊണ്ടല്ല. എത്ര കാണാൻ കൊള്ളത്തില്ല എന്ന് ലോകം വിധി എഴുതിയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കഴകുള്ളതായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് നോക്കിക്കേ, 5ാം വാക്യം. സഹോദരിമാരെ നോക്കിക്കേ, സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. സുബോധവും, അടുത്തത് സെൻസിബിൾ ആയിരിക്കണം. ഇത് നമ്മൾ 8ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 8ാം വാക്യം, 2-ന്റെ 2-ാം വാക്യം, 2-ന്റെ 12 എല്ലാം കാണുന്ന വാക്ക. എന്ന് പറഞ്ഞാൽ
അവരുടെ ജഡികമായുള്ള പാഷൻസ്, വികാരങ്ങൾക്ക് വിധേയപ്പെട്ടു പോകാതെ ഒരു സ്വയം നിയന്ത്രണമുള്ളവരായിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം, സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം എന്ന് വൃദ്ധകൾ അവരെ ട്രെയിൻ ചെയ്യണം. അപ്പൊ അത് ഞാൻ അധികം അവിടെ നിൽക്കാതെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഈ സെൽഫ് കൺട്രോൾ വിടുന്നതെല്ലാം ഇന്നത്തെ ഈ ടി വിയിലെ എത്ര ബന്ധുക്കോസുകാരിരുന്ന് എന്താ ഈ വൈകിട്ടൊരു സംഭവം ഉണ്ടല്ലോ, എന്തോ അതിന് പറയും, സീരിയൽ ഇത് കണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തലയ്ക്കകത്ത് പിടിച്ച് അതനുസരിച്ച് അത് ലൈഫിൽ കൊണ്ടുവരാൻ നോക്കി മുഴുവൻ പ്രശ്നങ്ങളായി മാറും. സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ടു ദി യംഗേഴ്സ്, പാതിവൃത്യമുള്ളവരും, അർത്ഥം പ്യോർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സെക്ഷുവലി പ്യോർ. യൗവനക്കാരത്തികൾ മുഴുവനും ഇതോർത്തോണം. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്യോർ ആയിരിക്കണം. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്. അല്ലാതെ നേരത്തെ പഠിച്ചവന് ഞങ്ങൾ SB കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചതെന്ന് പറഞ്ഞ് SBയും BCയും ഒന്നുമില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ you have to be pure. ആ മോറൽ പ്യൂരിറ്റിയെ കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ് പാതിവൃത്യമുള്ളവരും. കല്യാണം കഴിച്ച എല്ലാ യൗവനക്കാരത്തികളോടും കല്യാണം കഴിക്കാൻ പോകുന്നവരോടും ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ഭർത്താവ് പറ്റത്തില്ല, കല്യാണം കഴിക്കാൻ പോകരുത്. കല്യാണം കഴിക്കുന്ന അന്ന് നിങ്ങൾ എടുക്കുന്ന ആ വൗസ് ഉണ്ടല്ലോ, എന്താ, മരണം നമ്മളെ തമ്മിൽ വേർപിരിക്കുന്നിടം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്നൊക്കെ പറയത്തില്ലേ, ആരോഗ്യത്തിലും രോഗത്തിലും എന്ത് ചെയ്യും? ഓ, ഞാൻ അങ്ങേ വിട്ടുമാറത്തില്ല, അങ്ങയോട് മാത്രം ചേർന്നിരിക്കാം. ഇത് ആ ചിലർ പാർഷന്മാരെ നോക്കി പറയും. പാർഷയല്ല കെട്ടുന്നത്, കെട്ടുന്നവനെ നോക്കി ഉള്ളു തുറന്ന് പറയണം. പറഞ്ഞതായിരിക്കണം. ത്രിയേക ദൈവത്തിന് സാന്നിധ്യത്തിന് മുൻപിൽ അത് പറയുന്നത് പറഞ്ഞതായിരിക്കണം. ഇല്ലാതെ കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം തൊട്ട് ആരാണ്ടോട് ചാറ്റ് ചെയ്താൽ നിന്റെ കുടുംബജീവിതം ചീറ്റിപ്പോവും. പാതിവൃത്യമുള്ളവർ, യു മസ്റ്റ് ബി പ്യോർ. അല്ലാതെ ഈ കണ്ട് ഇന്നത്തെ സംസ്കാരമൊക്കെ വെച്ച് നീട്ടുന്ന ഒരുപാട് ഇല്ലിസിറ്റ് റൊമാൻസസ്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന ആളാ, പണ്ട് പരിപാടി ഒന്നുമില്ല. ഞാൻ നിങ്ങളോടൊരു ഗുണദോഷം പറയാം. നിങ്ങളുടെ പേഴ്സണൽ മൊബൈല് നിങ്ങളുടെ ഭർത്താവിന് കാണാൻ തക്കവണ്ണം, അല്ലാതെ കടുങ്കട്ട്. ഇപ്പൊ എൻ്റെ മൊബൈലിന്റെ അതിന് പറയുന്നത് അതിന് പാസ്വേഡ് അതിവിടെ ആൽബിക്കും അറിയാം, സകല പുള്ളികൾക്കും അറിയാം. തുറക്കാം, അവർക്ക് ഏത് സമയത്തും തുറക്കാം. എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ തുറന്നിട്ട് അവൾ ഔത്തേന്ന് വിളിക്കുന്നു, നോ പ്രോബ്ലം. ചിലർ ഇങ്ങനെ സിമ്പിൾ കാര്യമൊന്നുമില്ല, കടും കെട്ടുകളാ. കാരണം ഒരിക്കല് പിന്നെ അത് തുറന്ന് വേറെ തുറക്കണം. ഇത് ഈ രഹസ്യ അജണ്ട മുഴുവനും കാണിക്കുന്നത് യു ഹാവ് സംതിങ് ടു ഹൈഡ്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി. നമ്മുടെ ന്യൂജനിന്റെ ഒരു പരിപാടിയാണ് അല്ലെ? കരമുയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പറ. സ്തോത്രം. യൗവനക്കാരത്തികൾ ഇങ്ങനെയുള്ള അസാൻമാർഗികമായ ഇമ്മോറൽ കാര്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നതും അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതും അവരുടെ വൈകാരികമായ കാര്യങ്ങളിൽ സംതൃപ്തി ഉണ്ടാകാത്തത് കൊണ്ടാണ്. അതിനെന്ത് ചെയ്യണം? ഭർത്താവിനോട് സംസാരിക്കണം. അതിനാണ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത്. യു സിറ്റ് വിത്ത് യുവർ ഹസ്ബൻഡ് പ്രേയർഫുള്ളി. അതിനു പകരം സ്നേഹം അങ്ങ് തുളുമ്പിപ്പോയി. നോ, അത് സുവിശേഷത്തിന് അപമാനമാണ്. അത് ദൈവവചനത്തിന് അപമാനമാണ്. സ്തോത്രം. അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഒരു
അഡൾട്രസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമായി യൗവനക്കാരത്തി പിന്നെ വേറെ ആളുമായിട്ട് ഒരു ബന്ധത്തിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾ എഴുതിയിട്ടോ ഇറ്റ് വിൽ നോട്ട് ലാസ്റ്റ്. അത് വളരെ പെയിൻഫുള്ളുമായിരിക്കും. ആദ്യമൊക്കെ നല്ലതാണ് ഇവനെ കളിപ്പിച്ചതിന്, പക്ഷേ പിന്നീട് കടുത്ത വില കൊടുക്കേണ്ടി വരും. ഇതൊന്നും വിശ്വാസികളുടെ ഇടയിൽ പേര് പറയുക പോലെ അരുത്. കുടുംബത്തിന്, സഭയ്ക്ക്, നാടിന് എല്ലാം ഇത് അപമാനമാണ്. വീട്ടുകാര്യം നോക്കുന്നവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാവരും ഇനി ഇങ്ങോട്ട് നോക്കിയേ. എന്ത് നോക്കണമെന്നാ ഇവിടെ ഉപദേശി പറയാണ്? വൃദ്ധകൾ പഠിപ്പിക്കണമെന്ന്, വീട്ടുകാര്യം നോക്കണമെന്ന്. ഞങ്ങൾ ഒരു ആയ വെച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? ഞാൻ രാവിലെയും വൈകിട്ട് ഡ്യൂട്ടി. രാവിലെ ഡ്യൂട്ടി. സംതിങ് ഈസ് റോങ് വിത്ത് യു. ഇത് ഞാൻ ചില സ്കോളേഴ്സിന്റെ ഇതൊക്കെ പറഞ്ഞ ഒട്ടനെ സ്കോളർ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം? അന്നത്തെ കൾച്ചറോ ഇതാണ് സ്ത്രീ ചെയ്യേണ്ടത്. വീട്ടുകാര്യം നോക്കണം. ചിലർ വീട്ടുകാര്യം നോക്കാതെ പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട്. തെറ്റാണത്. നിന്റെ വീട് അടിച്ച് വാരി തൂത്തിടണം. പിള്ളേർക്കും ഭർത്താവിനും ഫുഡ് ഉണ്ടാക്കണം. കാര്യങ്ങളെല്ലാം നീ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഭയങ്കര ശുശ്രൂഷയാണ് യൗവനക്കാർത്തികളെ. when you are raising up your children, അതൊരു മിനിസ്ട്രിയാണ്. പക്ഷെ വീട്ടുകാര്യം നോക്കത്തില്ല. ഒന്ന് ഈ ജോലി, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിക്കരുതെന്നല്ല പറഞ്ഞത്, വീട്ടുകാര്യമാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ഭർത്താവ് ഇൻവാലിഡായി, അദ്ദേഹത്തിന് വരുമാനം ഇനി ഒക്കത്തില്ല, കിടപ്പിലായി. The lady has to go. ഭർത്താവിന് എൻസ് മീറ്റ് ചെയ്യാൻ ഒക്കാത്ത അപൂർവ സാഹചര്യങ്ങൾ വരുന്നു. പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു സ്ത്രീയുടെ റോൾ വീടാണ്. പക്ഷേ നമ്മൾ ചെയ്തതെന്തെന്നറിയാമോ? ഈ പിള്ളേരുടെ എല്ലാം തലയ്ക്കകത്ത് കുത്തിവെച്ചു, നീ പഠിച്ചു വൻപനാകണം, കാരണം അവൻ വല്ലതും പറഞ്ഞാൽ നിന്റെ കാലേൽ നീ നിൽക്കണം. തിരിച്ചു മടങ്ങി ബൈബിളിലേക്ക് വാ. എല്ലാരും കണ്ടോ നിശബ്ദരായേ? വാട്ട് ഡസ് ദ ബൈബിൾ സേ? ബൈബിൾ പറയുന്നത് ഇങ്ങനെയാ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ ആയെന്ന് നോക്കിക്കോളൂ. 20,000 കൊടുക്കും. 20,000 കൊടുക്കുക, ഭാര്യയും ഭർത്താവും കൂടെ പോയിരിക്കുക. എന്തിനാ പോകുന്നത്? ന്യൂ കാർ വരുന്നു, ന്യൂ കാർ. പിന്നെ മലയാളം ഒന്നും പറ്റത്തില്ലല്ലോ. ന്യൂ കാർ കമ്മിങ്. ആ ന്യൂ കാർ മേടിക്കണേ, ഞാനും ജോലി ചെയ്യണം. ന്യൂ ഹൗസ്. അപ്പൊ അംബീഷ്യസ് ആയി. അതാണ് ഇവൾ ഇറങ്ങിയത്. പിന്നെ ഇവരോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം ആലോചിക്കുമ്പോഴും ആദ്യം വേണ്ടത് എന്താ പഠിച്ചു, ജോലിയുണ്ടോ, എത്ര ശമ്പളം, എന്നാ കെട്ടാം. അപ്പൊ ഇവനും വന്നിരിക്കുന്ന ഇതിനാ. ഉപദേശിമാരുൾപ്പെടെ, ഉപദേശിമാർക്ക് വേണ്ടിയല്ല, മെഡിക്കൽ ഫീൽഡ് അവർ പറയുക. കാരണം ക്ലച്ച് പിടിച്ച് നിൽക്കാം. ഞാനിങ്ങനെ വീട്ടിൽ റെസ്റ്റ് ചെയ്ത് TV ഒക്കെ കണ്ട് ഒക്കെ നിൽക്കും. അവള് പോയി എന്ത് ചെയ്യും? രാവിലെയും വൈകിട്ടും റീതിങ്ക് ചെയ്യും. ഇത് നിമിത്തം പിള്ളേരെവിടെയേ? പിള്ളേർക്ക് അപ്പൻ്റെ അമ്മയുടെ സ്നേഹമില്ല. പിള്ളേരുടെ വഴിക്ക് പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് പോകുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുക, ട്രെയിൻ യുവർ മൈൻഡ് ടു ബി എ ഗുഡ് മദർ. അത് ഭയങ്കര മിനിസ്ട്രിയാണ്. ലോകത്തെ കീഴ്മേൽ മറിച്ച പലരുടെയും അമ്മമാര് ദൈവകൃപയുള്ളവരായിരുന്നു. ദിസ് വിൽ നോട്ട് ഗോ വെൽ വിത്ത് യു. ഇത് ഒത്തിരി വിമർശനം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം എല്ലാം ഡിവൈഡഡ് ആണ്. എനിക്ക് മനസ്സിലാകുന്നത് ഇതാണ്. വീട്ടുകാര്യം നോക്കുന്നവരും, seeing your family walking with God and loving one another.
That brings true joy. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, ഞാൻ വിവാഹം ചെയ്യുമ്പോൾ ജോളിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ബട്ട് ജോലി അവിടേത് മാറ്റി വെച്ചു. പിന്നെ അവൾ ജോലി ചെയ്തിട്ടേ ഇല്ല. ഞങ്ങൾക്ക് കർത്താവ് ദാനമായിട്ട് 2 കുഞ്ഞുങ്ങളെ തന്നു. She raised them. ഇതുപോലെയാണ് സണ്ണി പാസ്റ്ററുടെ വൈഫ്, സിസ്റ്റർ. ഷീസ് എ ക്വാളിഫൈഡ് നേഴ്സ്. ജോലി വിട്ടതാ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും നോക്കാൻ. ഇത് കണ്ട് മനസ്സിലാകൽ. ലോകം നമ്മളോട് തരുന്ന ദൂതല്ല പിടിക്കേണ്ടത്. വചനം എന്ത് പറയുന്നു? ലോകത്തോട് എതിർത്ത് നിൽക്കണം. ലോകം പറയുന്ന മാണ്ടൻ, എടാ അത്ര വരുമാനം കിട്ടുന്നില്ലടാ. ആ വരുമാനം വേണ്ടെന്നാ സിസ്റ്റർ പറഞ്ഞു. സണ്ണി പാസ്റ്റർ ഡൈറ്റ് ആയിരുന്നു, അത് വേണ്ടെന്ന് അവർ വെച്ചു. അതുകൊണ്ട് 3 കുഞ്ഞുങ്ങളും ദൈവകൃപയിലുണ്ട്. സ്തോത്രം. അല്ലാതെ ഭർത്താവ് ഇങ്ങനെ ആ ഈസി ചെയറിലോട്ട് ഇരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരിക്കും, കൂട്ടുവായും വിട്ട് നമ്മൾ പോകണം. സ്ത്രീകളാണ് കല്യാണം കഴിക്കുന്ന സകല പുരുഷന്മാർ ഓർത്തോണം, നിങ്ങളാണ് വരുമാനം കൊണ്ടുവരേണ്ടത്. യു ഹാവ് ടു വർക്ക്. അല്ലാതെ കല്യാണം കഴിക്കരുത്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സഹോദരൻ ആൽബി മാത്രമുണ്ട്. അദ്ദേഹം ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് കല്യാണം കഴിക്കാൻ ജോലി ഇല്ലാത്തവരായിരിക്കണം. സാമാന്യ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം പെൺകുട്ടികളൊക്കെ കൊടുത്തു, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ വാട്ട് ഈസ് എ റോൾ? ഷീ ഈസ് എ ഹോം മേക്കർ. വീട്ടുകാരെ നോക്കുന്നവരും അത്രയും മതിയെന്ന് തോന്നുന്നു അവിടെ, അല്ലേ? മുന്നോട്ട് പോകാം. ദയയുള്ളവരും, ബി കൈൻഡ്, ബി ഗുഡ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വീട്ടിൽ വരാൻ തോന്നണം. ജസ്റ്റ് ബി കൈൻഡ്. നാട്ടുകാർക്കും അത് തോന്നണം. യു ജസ്റ്റ് ബി കൈൻഡ്. ഭർത്താവായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, ഏതെങ്കിലും അവരിറങ്ങിപ്പോയി എന്തെങ്കിലും വിഷയത്തിൽ അവർ അപ്സെറ്റ് ആകുമ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ, സാരമില്ല മോനെ, ഭർത്താവിനോട് സാരമില്ല, അത് നമുക്ക് സോൾവ് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സീ ദാറ്റ് കൈൻഡ്. ഇപ്പൊ ഹോം മേക്കറിന്റെ കൂടെ ഉള്ളതാണ്. ഭർത്താവ് ഇപ്പൊ ജോലിക്ക് പോയി, സഹോദരിക്ക് വേണേൽ ആ തൊട്ടടുത്തുള്ള ബക്കാലായി പോകാം, കാര്യം മേടിക്കാം. ബക്കാല എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ അറബിയ കേട്ടോ. തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയി കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടു. ഓക്കെ, അവർ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഭർത്താവ് ഒരു വരുമാനം ഈസ് ഗോൺ, ഒന്നും ചെയ്തില്ല. നിർബന്ധിതരാണ് ഇവര്, കാരണം വീട് മുന്നോട്ട് പോകണ്ടേ. പക്ഷെ അതിന്റെ ഐഡിയൽ എന്ന് പറയുന്നത് ഹോം മേക്കർ ഭാര്യയായിരിക്കണം. ഭർത്താവ് അന്വേഷിച്ചു കൊണ്ടുവരണം. അടുത്തത് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും. ആരാണ്? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ലെറ്റ് മീ സീ. 2-ാം അധ്യായം. ആ വാക്കിന് വേണ്ടിയാ. ബി സബ്മിസീവ് ടു their own husbands, അല്ലാതെ വേറെ ആളുകൾക്കല്ല. നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഇതൊരു മിലിറ്ററി ടേമാണ്. കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് മിലിറ്ററി ടേമാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനേക്കാൾ ഇൻഫീരിയർ ആയതുകൊണ്ടല്ല, ഓ 2 തട്ടാണ്, സ്ത്രീകളെല്ലാം 2-ാം കടയാണ്. ആബ്സല്യൂട്ട്ലി തെറ്റ്. 2 പേരെയും ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് ഉണ്ടാക്കിയത്. 2 പേരും തുല്യരാണ്. പക്ഷെ റോളുകളിൽ വ്യത്യാസമാണ്. ഭാര്യയുടെ റോള് ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. സുഖകരമായ കുടുംബം മുന്നോട്ട് പോകുവാൻ വേണ്ടി ആ നിലയിൽ ദൈവത്താൽ ആക്കി വെച്ച ക്രമം തെറ്റിക്കരുത്. യു ബി സബ്ജക്ട് ടു യുവർ ഓൺ ഹസ്ബൻഡ്സ്. 6-ാം വാക്യം. ഔവണ്ണം
യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. കേട്ടോ, സുബോധം, സെൻസിബിൾ ആയിരിക്കുക, സെൽഫ് കൺട്രോൾ. ആളത്വത്തെ മുഴുവന് നിയന്ത്രിക്കാനായി ഉപദേശിക്കണം. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 7-ാം വാക്യം. പൗലോസ് ഇനി തീത്തോസ്, ഈ പ്രസംഗിക്കുന്ന ആളിനോട് പറയാ, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശം നീ പറഞ്ഞ പോരാ, നീ ഇതവരെ കാണിച്ചു കൊടുക്കണം. മാതൃക, എക്സാമ്പിൾ ആയിരിക്കണം. അതൊത്തിരി വിശദീകരിക്കേണ്ടത്, ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഈ പെയിന്റിനകത്ത് ഡൈ ഇട്ട് കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് നമ്മൾ പതിപ്പിക്കുമ്പോൾ ആകൃതി അവിടെ വെളിപ്പെടുന്നത് പോലെ നിന്റെ ഉപദേശത്തോടു കൂടി നിന്റെ ലൈഫ് അവര് കാണണം. അത് ചെന്നവരിൽ പതിയണം. എത്ര ഭയങ്കരമാണ്! ഉപദേശം മാത്രം പോരാ, ക്യാരക്ടറും വേണം. ഇത് രണ്ടും ഒരുമിച്ച് വേണം. എങ്ങനെയാണ് ഞങ്ങളുടെ ഉപദേശി സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയാണ് ഞങ്ങളുടെ ഉപദേശി സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണ്? അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണ്? അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? വാട്ട് ഈസ് ഹിസ് മെയിൻ മെസ്സേജ്? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഒത്തില്ലെങ്കിൽ ഐ ഹാവ് നത്തിങ് മോർ ടു സേ. ഒരു പാസ്റ്റർ ആകുന്നത് ഈസി അല്ല. അങ്ങനെ അല്ലെങ്കിൽ വിരോധി നമ്മെ കൊണ്ട് തിന്മ പറയും. പക്ഷെ വിരോധി പറഞ്ഞാൽ അവൻ ലജ്ജിക്കണം. ഞങ്ങൾക്കറിയാമോ, ഇവിടെ ചില പുള്ളികളെ ഈ ഞാൻ പ്രസംഗിക്കുമ്പോഴേ കുറച്ച് അനാവശ്യ കുറിപ്പുകൾ അടിച്ചിട്ട്, കേട്ടോ, ഞാൻ ആൽവിക്കും നമ്മുടെ സഹോദരന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അത് മായ്ക്കരുത്, അതവിടെ കിടക്കട്ടെ. ഞാൻ ഫ്രോഡാണ്, ഞാൻ ഉടായിപ്പാണ്, ഞാൻ പറഞ്ഞു മായ്ക്കരുത്, അത് അവിടെ തന്നെ കിടക്കണം, ലോകരാജ്യങ്ങൾ കാണട്ടെ. അതെന്താ? കാരണം ഞാൻ ഈ ഫീൽഡിൽ വർഷങ്ങളായിട്ടുണ്ട്. ജനത്തിന് എന്നെ അറിയാം, വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. സോ ഇത് പറഞ്ഞത് കേൾക്കട്ടെ. യാദൃച്ഛമായി ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു കർത്തൃദാസന്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സുണ്ട്. ഇന്നും അദ്ദേഹം ശുശ്രൂഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 50-60 വർഷമായിട്ട് അദ്ദേഹം ശുശ്രൂഷിക്കുക. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു മനുഷ്യൻ 1 മണിക്കൂർ ചെല്ലുവാനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വിമർശിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒത്തിരി കമന്റുകൾ. ഞാൻ ഈ കമന്റ് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിച്ചപ്പോൾ ഈ കമന്റുകാർ പറയുന്നത് എന്താണെന്നറിയാമോ? സഹോദര, നിങ്ങൾ അവിവേകത്തോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയാണ്. ഒരൊറ്റ കമന്റ് പോലും അദ്ദേഹത്തിന് വിപരീതമല്ല. ഞാൻ ഓർത്തു, ഈ വീഡിയോ ഇട്ടോ നാണം കിടത്തില്ലേ? നാണം കിടത്തില്ലേ? അതെവിടെ എഴുതിയിരിക്കുന്നത്? വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അയ്യോ, ഇവിടുത്തെ പുള്ളി എന്തെല്ലാം അടവുകൾ! ഇവർക്കൊക്കെ ചിന്തിക്കുന്നത് എനിക്കിത് അറിയത്തില്ലെന്ന്. സാക്കരുത് പറയാം. ആരാണ്, എന്ത് കണക്ഷനാണ്, മുഴുവൻ കാര്യം ഞാൻ ആരോടും ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഇവിടെ ആക്കിയത് ആരാന്നറിയാമോ? ദൈവമാക്കിയത്. എന്നെ നമ്മുടെ പ്രസ്ഥാനം പോലും അല്ല ആക്കിയത്, ദൈവമാക്കിയതാണ്. ഏത് ഉറക്കത്തിലും വിളിച്ചാലും എനിക്കറിയാം, God appointed me. God is the one behind the church. ആദ്യ നാൾ മുതൽ I have never compromised the word of God. നിങ്ങളുടെ ഇടയിൽ എങ്ങും വന്ന് ഞാന് കൈ കാണിച്ച് പൈസ താന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള ഒരു ഒറ്റ ഇടപാടുകളിൽ കൃത്രിമം ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ദൈവവചനമല്ലാതെ പോയാൽ ഞാൻ ശാസിക്കും.
അത് അന്നും ഇന്നും ഒരുപോലെ. അതെന്താന്ന് പറയാം. സഭ കർത്താവിൻ്റെതാണ്. ഈ മേൽനോട്ടം വഹിക്കാൻ തമ്പുരാൻ എന്നെ ആക്കിയിരിക്കുകയും ഇതിനൊരു ദിവസം ഞാൻ തമ്പുരാന്റെ മുൻപിൽ നിന്ന് കണക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2 വർഷമല്ല 20 വർഷമാ ഇവിടെ ശുശ്രൂഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതിന് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഗ്രേസ്. കൃപ കൃപ കൃപ. ഞാൻ അറിയാത്ത ആളുകൾ പാര വെച്ചിട്ടുണ്ട്, ഇത് മുഴുവൻ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് വലിയ വിദ്യാഭ്യാസവും ഇല്ല, ഞാൻ വലിയ മിടുക്കനുമല്ല. God's grace was there. ദൈവത്തിൻ്റെ അപാര കൃപയാൽ ഈ എളിയവനായ ഞാൻ ഇന്നും നിൽക്കുന്നു. നിന്നതല്ല, നിർത്തിയതാ. കമന്റ് ഇടുന്നവർക്ക് ഇടാം, നോ പ്രോബ്ലം ഫോർ മീ. അമേരിക്കയിലുള്ളവരും ഗൾഫിലുള്ളവരും UK-യിലുള്ളവരും എല്ലാവരും ഞാൻ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം പോയി അവരുടെ വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തല്ലേ ഞാൻ ഒരു 4-5 വർഷമായിട്ട് കുടുംബമായിട്ട് പോകുന്നു. ബാക്കി ഞാൻ തന്നെ പോയല്ലേ താമസിച്ചിട്ടുള്ളത്. Everyone knows me. Praise the Lord. മാതൃകയുള്ള ജീവിതം. ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടത്. സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഇനി പറയാനുണ്ട്. പൗലോസിന്റെ ജീവിതം അത് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. എന്നിട്ട് ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും. ഉപദേശത്തിൽ നിർമ്മലത എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ഡോക്ട്രിൻ, വ്യതിചലിക്കരുത്, ക്ലിയർ കട്ട് ഡോക്ട്രിൻ. 2 ഗൗരവം. ഞാൻ വൃദ്ധന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, ഡിഗ്നിഫൈഡ് ആയിരിക്കണം ആള്. ഞാൻ ഈ യൗവനക്കാർ ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നവനാ. ഡിഗ്നിഫൈഡ് ആയിരിക്കണം. There are certain things I can say, certain things I cannot say. ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനം. അവിടെ പഥ്യവചനം എന്നുള്ളത് ഡോക്ട്രിൻ അല്ല, ഡെയിലി സംസാരം. ആക്ഷേപിച്ചു കൂടാത്ത സംസാരം എന്ന അർത്ഥത്തില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാസന്മാർ അടുത്ത ഗ്രൂപ്പ് ആകട്ടോ. ഉപദേശിയോട് ഈ കാര്യം പറഞ്ഞിട്ട് 9-10 വായിച്ചങ്ങ് നിർത്താം, നിങ്ങൾ അസ്വസ്ഥരാകുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തുന്നവരും. ദാസന്മാർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ സ്ലൈവ്സാ. ഈ കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തുന്നവരും, എതിർപ്പറയുകയോ തറുതല പറയുന്നവരാകരുത്. പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചൂണ്ടുക. അറിയാമോ? ഞാൻ ഒരു ബഞ്ച് എന്താ പേന മേടിച്ച് ഞാൻ 2 എണ്ണം കൊണ്ടുപോകുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഉത്തരവില്ല. അതെല്ലാം മോഷണമാണ്. ഫോട്ടോ കോപ്പി പേപ്പർ എടുക്കുക, പെൻസിൽ എടുക്കുക, പേന എടുക്കുക. പണ്ട് കാലത്ത് ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ ഇൻസുലിൻ അടിച്ചുകൊണ്ട് വരുമായിരുന്നു ഗൾഫിൽ നിന്ന്. ദൈവം നടത്തിയ വഴികൾ, അത് ദൈവമല്ല നടത്തിയത്, മോഷണമാണത്. കാലെ ചുറ്റാനുള്ള ബാൻഡേജ്, ഇത് സകലതും ഹോസ്പിറ്റലിൽ നിന്ന് MOH. അന്ന് അറബിക്ക് ഇത് അറിയത്തില്ലല്ലോ, അല്ലായിരുന്ന പണി കിട്ടിയനി. അങ്ങനെ ആകരുത്. സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരുപ്പാൻ. അത് കൽപ്പനയായിട്ടാ. ഇമേജിലെ മുതലാളി നോക്കുമ്പോൾ ഒരു വിശ്വസ്തൻ, സഹോദരൻ ഷബി. ഫാർമസിയിൽ നോക്കുമ്പോൾ സഹോദരി ഗീത, പിന്നെ നമ്മുടെ സഹോദരി സാറ. ആരൊക്കെ എന്തെല്ലാമാ കാണിക്കുന്ന. അടുത്തിടെ ഒരുത്തന്റെ കഥ കേട്ടു. വശമില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുമ്പോൾ അവന്റെ അപ്പൻ ചെന്ന് കൈകൂപ്പി കാല് പിടിച്ച നിമിത്തം ഒരു മുതലാളി ഒരു ജോലി കൊടുത്തു. കേൾക്കണേ,
അവിടെ കയറി ഇരുന്നുകൊണ്ട് വർഷങ്ങളായി ഈ മുതലാളിയുടെ കോമ്പറ്റിറ്ററിനോട് സഖ്യതയിൽ വന്ന് പൈസ അടിക്കുകയായിരുന്നു. ഈയോടാ, ഇവന്റെ അപ്പം ചെന്ന് കാല് പിടിച്ചത് നിമിത്തം കൊടുത്ത. അവസാനം പിടി വീണു ജോലി പോയി. ജോലി പോയപ്പോ ചെന്ന് കയറിയത് അങ്ങ് ഇടാന്നറിയാം, അടുത്ത ജോലിക്ക് കോമ്പറ്റിറ്ററിന്റെ അവിടെ. ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ലത്, വേർപെട്ടോന് തീരെയും ചേർന്നതല്ല. ജോലി ചെയ്യുന്നിടത്ത് കൂറ് പുലർത്താം, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം അപമാനിക്കപ്പെടും. ഓക്കെ, 2-3 വാക്യം കൂടെ വായിച്ച് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. മോളെ, അവസാന 11-ാം വാക്യം മുതൽ 15 വരെ ഒന്ന് വായിച്ചോ. ഈ വായിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറി 1-2 കാര്യം ഒന്ന് പറയും. അപ്പം ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് പിന്നെ മുന്നോട്ട് പോയിക്കോ, വായിച്ചോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഓക്കെ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധിയിൽ നടക്കാൻ വേണ്ടിയാ. നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ, ദൈവം നമ്മളെ നീതീകരിക്കുന്ന ഒരു പ്രവർത്തികൾ കൊണ്ടല്ല. പക്ഷെ ഈ കൃപ അനുഭവിച്ചവന് പാപം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ലൈസൻസ് അല്ല. കൃപയാൽ രക്ഷപ്പെട്ട ആള് എന്ത് ചെയ്യണം? അഭക്തിയോട്, പാപത്തോട് നോ പറയണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തിരിക്കുന്നത് കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ നീതിയോടെ ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. 14-ാം വാക്യം, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് നമ്മൾ ഉപവാസ പ്രാർത്ഥനയിൽ ചിന്തിച്ച വചനമാണ്. 15-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വായിച്ചോ മോളെ. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും ഉപദേശി ടൈറ്റസ് ഉപദേശി, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. 11 മുതലുള്ള വാക്യങ്ങൾ എക്സ്പോസിഷൻ നടത്തേണ്ടതാ, എന്നാൽ ഇന്ന് ഞാൻ അതിന് തുനിയുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ആരോടെങ്കിലും സംസാരിച്ചോ? ആരോട് സംസാരിച്ചു? അവരുടെ കൈയൊന്ന് കാണട്ടെ. അധികം പേരില്ലെന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഓൺലൈനിൽ ഒത്തിരി പേരുണ്ട്. അവരിപ്പോൾ എല്ലാവരും പറയും യെസ് യെസ് യെസ്. പിന്നെ യൗവനക്കാരത്തികളോടൊക്കെ പറയാം, കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലെ അപ്പനെ അമ്മ നോക്കിക്കോണം. അല്ല അവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. നമ്മുടെ വീടല്ല, നമ്മുടെ വീട് ഇപ്പൊ ഇതാ. ഇതെല്ലാം മാനസികമായി ഒരുക്കിക്കോണം, അല്ലെങ്കിൽ സുവിശേഷത്തിന്, ഗോസ്പലിന് നാണം കേടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും അറിവോ കാര്യമൊന്നും ഇല്ലാഞ്ഞ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ അവരെ കല്യാണം കഴിച്ചു വിട്ടു. ചെല്ലുന്നിടത്ത് 10, 13, 15 പിള്ളേരാ. അന്ന് ഇങ്ങനെ ഒരു ഞെക്കെന്ന് പറഞ്ഞ നനയ്ക്കാനുള്ള മെഷീനും ഒന്നുമില്ല. നനച്ച് വെള്ളം കോരി ഇടിച്ചും പൊടിച്ചും ഒക്കെ ശാരീരികമായി അവരിതെല്ലാം ചെയ്ത് സ്വസ്ഥത അനുഭവിച്ച് 15 എണ്ണത്തെ വളർത്തി. കേരളത്തിലെ സംസ്കാരം അതാണ്. ഇപ്പൊ എല്ലാം എന്താ, പെട്ടാ മതി. അപ്പോൾ ഞാനെങ്ങും പോയി അവിടെ ഒന്നും ജീവിക്കത്തില്ല.
നീ ആരുടെ? ഇതൊക്കെ വീട്ടിൽ ട്രെയിനിങ് കൊടുക്കണം. അമ്മമാരുടെ ജോലിയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. ഒന്നാമതെ വീട്ടിലൊന്ന് ഇരി. സ്തോത്രം. ലൂലു മോള് വിസിറ്റ് ചെയ്തത് കൊള്ളാം. മോളെ വാ, ലെറ്റ്സ് സിംഗ് എ സോങ്. നമുക്ക് ചേർന്നൊരു പാട്ട് പാടാം. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ്, ഈ ദൈവവചനപ്രകാരം ഒന്ന് ജീവിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എന്നൊരു സന്തോഷത്തോട് നമുക്ക് പിരിഞ്ഞു പോകാം. നമ്മുടെ ഈ ഞാൻ പറയാം, യൗവനക്കാർത്തികളൊക്കെ പറയും, മത്സര മനോഭാവം ദൈവത്തിൽ നിന്നല്ല. മത്സരമെല്ലാം മാറ്റി കുടുംബത്തെ രക്ഷിക്കുക. കല്യാണം കഴിച്ച സകല യൗവനക്കാർത്തികളോട് പറയാം, കല്യാണം കഴിക്കാൻ പോകുന്നവരോട് ഞാൻ പറയാം, ശരിക്കാലോചിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. പപ്പായും മമ്മിയും പറഞ്ഞ് ഞാൻ അങ്ങ് ഉന്തി അങ്ങ് വിട്ടു. അങ്ങനെ ഉന്തി പോരുത്. അങ്ങനെയൊന്നും ഉന്തി പോകരുത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ മരിക്കുന്നിടം വരെ ആ വീട്ടിൽ നിന്ന് അവരെ സെർവ് ചെയ്യണം. ആ പുരുഷനെ സെർവ് ചെയ്യണം. അല്ല, ഞാനും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചതിന്റെ മനസ്സിൽ ഇരുന്നോണം. ആ പുരുഷനെ സെർവ് ചെയ്തോണം. ആ ക്വാളിഫിക്കേഷൻ എന്തെല്ലാം കിട്ടിയാലും കുഞ്ഞുങ്ങളെ അത് പഠിപ്പിച്ചോണം. സ്തോത്രം. ഇപ്പോഴത്തെ പിള്ള അങ്ങനെ എന്നെ തൻ്റെ അടികളാന്ന്. എന്തിനാടി അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ചെയ്യും, എന്നോ ചെയ്യും, എന്തോ ചെയ്യാൻ? അതൊന്നും കുടുംബജീവിതത്തിലൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഫെമിനിസവും ഇതുകൊണ്ടൊന്നും കുടുംബത്തിൽ രക്ഷപ്പെടത്തില്ല മക്കളെ. ബൈബിൾ പ്രിൻസിപ്പിൾസിൽ നിൽക്ക്. യു വിൽ നെവർ റിഗ്രറ്റ്. കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ നല്ല ഉപദേശം പറയാം. ഈ പുസ്തകത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചോണം. ഏത് പ്രശ്നത്തിനും ഇതിനകത്ത് മറുപടിയുണ്ട്. ഇതനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. ഇതിന് വിപരീതമായി ഏത് കൗൺസിലർ പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം പരാജയപ്പെടും. ദിസ് ഇസ് ദ ട്രൂത്ത്, ദി ഓൺലി ട്രൂത്ത്, God's truth to humanity.